ഹലോ എവ്രി വൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ ഇന്നത്തെ ഈ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. HSST ഉദ്യോഗാർത്ഥികൾക്കായി ലൈവ് മാരത്തോണിലൂടെ സെക്കൻഡ് ഡേ സെഷനിലോട്ട് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതും ടോട്ടൽ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അധികം സമയം കളയാതെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സിലബസ് പ്രകാരം നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കുകളാണ് കവർ ചെയ്യേണ്ടത്: ISO ISA റെഫറൻസ് മോഡൽ, TCP IP model, flow control and error control, IP version for header formatting and IP version for addressing. അതുപോലെ തന്നെ IP version 6 header formatting ഉണ്ട്, routing algorithm, congestion control, connection oriented and connectionless protocol, application layer protocol and network devices. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ HSSTക്ക് വേണ്ടിയുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ സിലബസ് നമ്മൾ കവർ ചെയ്തതായിട്ട് വരും. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. Question number 1. Packets of the same session may be routed through different path in dash. ഇത് നമ്മുടെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന്റെ ആൻസർ കമന്റ് ചെയ്തോളൂ. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: പാക്കറ്റ്സ് ഓഫ് ദ സെയിം സെഷൻ മേ ബി റൂട്ടഡ് ത്രൂ ഡിഫറെന്റ് പാത്ത് ഇൻ ഡാഷ്. ഓപ്ഷൻസ്: TCP but not UDP. Option B, TCP and UDP. Option C, UDP but not TCP. Option D, neither TCP nor UDP. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻസർ കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി എന്താണ് പറഞ്ഞിരിക്കുന്നത്? UDP but not TCP. നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് വീണ്ടും തിരിച്ചു പോകാം. പാക്കറ്റ്സ് ഓഫ് ദ സെയിം സെഷൻ മേ ബി റൂട്ടഡ് ത്രൂ ഡിഫറെന്റ് പാത്ത്. അല്ലെ, ഒരേ അതായത് ഒരു കമ്മ്യൂണിക്കേഷനിൽ നമുക്കറിയാം, ഒരു ഡേറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഡേറ്റയിൽ ഡിഫറെന്റ് പാക്കറ്റുകൾ ഉണ്ടാകും. ആ പാക്കറ്റുകൾ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് എത്തുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ സെയിം റൂട്ട് തന്നെ ചൂസ് ചെയ്യണമെന്നില്ല. സെയിം റൂട്ടിലൂടെ മാത്രമേ ആ ഒരു പാക്കറ്റുകൾ, സപ്പോസ് നമ്മളുടെ കയ്യിൽ ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അസ്യൂം ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, ഈ ഒരു മെസ്സേജിനെ നമ്മൾ പല പാക്കറ്റുകളാക്കിയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സപ്പോസ് P1, P2 and P3. These are 3 packets which represent the total message. മെസ്സേജിനെ ടോട്ടലി റെപ്രസെന്റ് ചെയ്യുന്നത് 3 പാക്കറ്റുകൾ കൂടിയാണ്. സോ ഇതാണ് നമ്മുടെ നെറ്റ്വർക്ക്. സോ ഇവിടെയാണ് നമ്മുടെ സോഴ്സ് നിൽക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ നിൽക്കുന്നത്. ഈ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് പോകുവാനായി നമുക്ക് പല റൂട്ടുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, സപ്പോസ് നിങ്ങൾക്ക് ഒരു പാക്കറ്റ് അയക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിൽ ഇറ്റ് ഹാവ് മൾട്ടിപ്പിൾ പാക്കറ്റ്സ്. സോ ഇത് ഡിഫറെന്റ് റൂട്ടുകളിലൂടെയാണ്. അതായത് ക്വസ്റ്റ്യന്റെ കൺസെപ്റ്റ് ഇതാണ്: ഒരു പാക്കറ്റ് ഇതുവഴി, സെക്കൻഡ് പാക്കറ്റ് ഈ റൂട്ട് വഴി, തേർഡ് പാക്കറ്റ് ഈ റൂട്ട് വഴി. ഇങ്ങനെ പോകുന്ന മെക്കാനിസത്തിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഒരേ മെസ്സേജ് ഡിഫറെന്റ് പാക്കറ്റുകളാക്കി ഡിഫറെന്റ് റൂട്ടുകളിലൂടെ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കുന്നത് UDP പ്രോട്ടോകോളിലൂടെയാണ്. UDP means user datagram protocol, which is one of the famous protocol used in transport layer. Again, നമുക്ക് മറ്റൊരു പ്രോട്ടോകോളും കൂടെ ഉണ്ട്, TCP. TCPയും UDPയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? TCP എന്ന് പറയുന്നത്, സപ്പോസ് നമ്മുടെ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ നോക്കുക. എങ്ങനെയാണ് നമ്മൾ ടെലിഫോണിക് കോൺവെർസേഷൻ നടത്തുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്പർ ഡയൽ ചെയ്യുന്നു, റിംഗ് ചെയ്യുന്നു, ഡെസ്റ്റിനേഷനിൽ കോൾ പിക്കപ്പ് ചെയ്യുന്നു, ദെൻ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ കമ്മ്യൂണിക്കേഷൻ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ കോൾ ഡിസ്കണക്ട് ചെയ്യുന്നു, അല്ലെ? അതായത് നിങ്ങൾ ഒരു പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ആ പാത്തിലൂടെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ഫുൾ നടത്തുന്നത് എങ്കിൽ സെയിം പാത്തിലൂടെ തന്നെയാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ വന്നിരിക്കുന്നത്? ഡിഫറെന്റ് പാത്ത് ആണ്, അല്ലെ? സെയിം പാത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എങ്കിൽ അതെന്തായിരിക്കും? അത് TCP ആയിരിക്കും. സോ ഹിയർ വി ഹാവ് സെയിം പാത്ത് ഫോർ ഓൾ പാക്കറ്റ്സ്, അല്ലെ? ഓരോ പാക്കറ്റ്സിനും സെയിം പാത്ത് ആണ് എങ്കിൽ അവിടെ നമ്മൾ TCP ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ മനസ്സിലാക്കുക, TCP ആൻഡ് UDP ആർ ദ 2 പ്രോട്ടോകോൾ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് ലെയർ. സോ അത് കൂടാതെ മറ്റൊരു പ്രോട്ടോകോൾ കൂടെ ഉണ്ട്, SCTP എന്ന് പറയുന്ന പ്രോട്ടോകോൾ. ഇറ്റ്സ് വൺ അനദർ പ്രോട്ടോകോൾ യൂസ്ഡ് ഇൻ ദ ട്രാൻസ്പോർട്ട് ലെയർ. Stream Control Transmission Protocol. The full form is Stream Control Transmission Protocol. Okay, അപ്പം ക്വസ്റ്റ്യൻ
1 എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? ക്വസ്റ്റ്യൻ നമ്പർ 1 എക്സ്പ്ലനേഷൻ ആൻസറും UDP ബട്ട് നോട്ട് TCP ആണ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. The subnet mask for class B network is 255.255.224.0. How many subnetworks are available? How many subnetworks are available for this particular subnet mask? എങ്ങനെയായിരിക്കും ആൻസർ കിട്ടുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് ക്ലാസ് ബി യുടെ ഒരു സബ് നെറ്റ്വർക്ക് ആണ്. That is 255.255.224.0 and you have to find out the total number of subnetwork available in that particular subnet mask. നമുക്ക് സബ്നെറ്റ് മാസ്ക് ആണ് തന്നിരിക്കുന്നത്, അതിൽ അവൈലബിൾ ആയിട്ടുള്ള സബ് നെറ്റ്വർക്കുകൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി, അഗെയിൻ ഓപ്ഷൻ സി ആണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ക്ലാസ് ബി എന്ന് പറയുന്നത് നമുക്കറിയാം IP അഡ്രസ്സിംഗ് ക്ലാസ് ഫുൾ അഡ്രസ്. ഓക്കെ, ശ്രദ്ധിക്കുക, സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വി ഹാവ് എ ക്ലാസ് ബി അഡ്രസ്. ക്ലാസ് ബി അഡ്രസ് എന്ന് പറഞ്ഞാൽ 255.255.0.0 എന്നുള്ളൊരു അഡ്രസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അതാണ് ക്ലാസ് ബിയുടെ ഡിഫോൾട്ട് അഡ്രസ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 255.255.224.0 എന്നുള്ള ഒരു സബ്നെറ്റ് മാസ്ക് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് അറിയേണ്ടത് എന്താണ്? എത്രത്തോളം സബ് നെറ്റ്വർക്കുകൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് നമുക്ക് അറിയേണ്ടത്. സോ അതിനുവേണ്ടി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? IP വേർഷൻ 4 നമുക്ക് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് ഡി എന്നിങ്ങനെ 4 ക്ലാസ്സുകളിലുള്ള 5 ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഈ 5 ക്ലാസ്സുകളിലും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്ലാസ് ബി ആണ്. ക്ലാസ് ബിയുടെ ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 255.255.0.0 ആണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 255.254.0 ആണ്. അതായത് ആദ്യത്തെ 16 ബിറ്റ് നെറ്റ്വർക്കും പിന്നീട് വരുന്ന 16 ബിറ്റ് ഹോസ്റ്റുമാണ്. എന്നാൽ ഇവിടെ സബ് നെറ്റ്വർക്കിംഗ് ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ഹോസ്റ്റ് ബിറ്റിൽ നിന്ന് നമ്മൾ 3 ബിറ്റ്സ് ബോറോ ചെയ്ത് നെറ്റ്വർക്കിലോട്ട് മാറ്റുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് ആ 3 ബിറ്റ് കിട്ടുന്നത്? എങ്ങനെയാണ് മൂന്നാമത്തെ ബിറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒക്ടറ്റില് 224 വന്നത് എന്ന് നമ്മൾ നോക്കിയാൽ മതി. അതിനുവേണ്ടി ആ മൂന്നാമത്തെ ഒക്ടറ്റിനെ 8 ബിറ്റുകളാക്കി എഴുതിയിരിക്കുന്നതാണ് നിങ്ങൾ താഴെ കാണുന്നത്. അവിടെ 128, 64, 32, 16, 8, 4, 2, 1 എന്നുള്ള റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് കാണാം. ഈ റെപ്രസെന്റേഷനിൽ 224 എങ്ങനെയാണ് കിട്ടുന്നത്? ആദ്യത്തെ 3 ബിറ്റുകൾ നിങ്ങൾ 1 ആക്കി സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 224 കിട്ടും. ആ ബിറ്റ് പൊസിഷൻസിന്റെ വെയിറ്റുകൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 224 കിട്ടും. അതായത് ഹോസ്റ്റിൽ നിന്ന് നിങ്ങൾ 3 ബിറ്റ് ബോറോ ചെയ്ത് നെറ്റ്വർക്കിലോട്ട് കൊടുക്കുന്നുണ്ട്. ആ 3 ബിറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് 224 വരാൻ കാരണമായി എന്നുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ബിറ്റ് ആണോ നിങ്ങൾ ഹോസ്റ്റിൽ നിന്ന് നെറ്റ്വർക്കിലോട്ട് മാറ്റിയത്, അത്രത്തോളം ബിറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ്വർക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എത്ര ബിറ്റാ മാറ്റിയത്? 3 ബിറ്റ് ആണ് മാറ്റിയത്. സോ യൂസിങ് ദാറ്റ് 3 ബിറ്റ് വി ക്യാൻ ക്രിയേറ്റ് എ മാക്സിമം ഓഫ് 2:3 ഡിഫറെന്റ് സബ് നെറ്റ്വർക്കുകൾ അല്ലെ? അപ്പൊ 2:3 എത്രയാണ്? 8 ഡിഫറെന്റ് സബ് നെറ്റ്വർക്കുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് മനസ്സിലാക്കി. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി എക്സ്പ്ലെയിൻ ചെയ്യണോ? ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. In a network of LAN connected by bridges, a packet are sent from one LAN to another through the intermediate bridges. Since more than one path may exist between 2 LAN, packets may have to be routed through multiple bridges. Why is spanning tree algorithm is used for bridge routing? എന്തുകൊണ്ടാണ് ബ്രിഡ്ജ് റൂട്ടിംഗ് കൺസെപ്റ്റിൽ സ്പാനിങ് ട്രീ കൺസെപ്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ കമന്റ് ചെയ്തോളൂ. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ വന്നിരിക്കുന്നത് ഫോർ ഷോർട്ടസ്റ്റ് പാത്ത് റൂട്ടിംഗ് ബിറ്റ്വീൻ ലാൻഡ്സ് എന്നാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വൈ ഈസ് ദ സ്പാനിങ് ട്രീ ഈസ് യൂസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? വൈ ഈസ് സ്പാനിങ് ട്രീ ഈസ് യൂസ്ഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് സ്പാനിങ് ട്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാഫിന്റെ മിനിമം എഡ്ജസുകൾ വെച്ചിട്ട് നമുക്ക് എല്ലാ എഡ്ജസിനെ കവർ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. സോ സ്പാനിങ് ട്രീ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ലൂപ്പിംഗ്.
ഓക്കെ, അപ്പൊ ലൂപ്പിംഗ് കൺസെപ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്പാനിങ് ട്രീ യൂസ് ചെയ്യുന്നത്. സോ ബ്രിഡ്ജിൽ സ്പാനിങ് ട്രീ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അത് എന്തിനു വേണ്ടിയാണ്? ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ ലൂപ്സ് ഇൻ റൂട്ടിംഗ് പാത്ത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. One of the header field in an IP diagram is the time to leave field. Which of the following statement best explain the need for this field? എന്തിനു വേണ്ടിയാണ് നമ്മൾ ടൈം ടു ലീവ് ദാറ്റ് ഈസ് TTL ഫീൽഡ് യൂസ് ചെയ്യുന്നത്? നമ്മൾ IP വെർഷൻ 4 ഹെഡർ ഫോർമാറ്റ് പഠിക്കുമ്പോൾ അതിൽ ഒരു TTL ഫീൽഡ് ഉണ്ട്. ആ TTL ഫീൽഡ് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? TTL ഫീൽഡ് എന്ന് പറയുന്നത് 8 ബിറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. യൂസിംഗ് ദാറ്റ് 8 ബിറ്റ് we can have maximum of 256 or 255. We can say that 0 to 0 means 0 to 255. അങ്ങനെ 256 വാല്യൂസ് ആണ് ടൈം ടു ലീവ് ഫീൽഡിൽ വരാൻ പോസിബിലിറ്റി ഉള്ളത്. അങ്ങനെ എന്തിനാണ് ഈ ടൈം ടു ലീവ് ഫീൽഡ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ഓപ്ഷൻ A, B, D ഒക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് TTL ഫീൽഡ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, അതായത് TTL ഫീൽഡ് 256 എന്നുള്ള ഒരു വാല്യൂ ആണ് മാക്സിമം, അല്ലെങ്കിൽ 255 എന്നുള്ള ഒരു വാല്യൂ ആണ് മാക്സിമം. അത് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പാക്കറ്റുകൾ, നമ്മൾ അയക്കുന്ന പാക്കറ്റുകൾ നെറ്റ്വർക്കിലൂടെ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ ലൂപ്പ് ചെയ്ത് കളിക്കാതിരിക്കാൻ. അതായത് എന്തായാലും ഈ പാക്കറ്റ് ഡെസ്റ്റിനേഷനിൽ എത്തണമല്ലോ. അപ്പോ അവിടെ ഒരു ഹോപ്പ് കൗണ്ട്, ഒരു വാല്യൂ സെറ്റ് ചെയ്തിട്ടുണ്ട് 256. ഓരോ തവണയും നമ്മൾ ഓരോ റൗട്ടറിൽ എത്തുമ്പോഴും ഇതിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ ഇതിന്റെ വാല്യൂ 0 ആയി കഴിഞ്ഞിട്ടും ഇതൊരു ഡെസ്റ്റിനേഷൻ പോയിന്റിൽ എത്തിയില്ല എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പാക്കറ്റ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് ആണ് എന്നും ഈ ഒരു പാക്കറ്റിനെ നെറ്റ്വർക്കിൽ നിന്ന് തന്നെ ഡിസ്കാർഡ് ചെയ്ത് കളയണം എന്നും മനസ്സിലാക്കാൻ പറ്റും. സോ ടൈം ടു ലീവ് ഫീൽഡിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ഫീൽഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു നെറ്റ്വർക്കിൽ ആ പാക്കറ്റിന്റെ ഫ്രഷ്നെസ് ആണ്. ആ പാക്കറ്റ് പുതിയ പാക്കറ്റ് ആണോ, കുറച്ചുകൂടെ പഴയ പാക്കറ്റ് ആണോ, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നത്? ആ പാക്കറ്റിന്റെ TTL ഫീൽഡിന്റെ വാല്യൂ 0 ആയിട്ടും ആ ഒരു പാക്കറ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? പാക്കറ്റ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പാക്കറ്റ് ആണ്. എന്തോ റീസൺ കാരണം പാക്കറ്റിൽ ഈ നെറ്റ്വർക്കിലൂടെ ലൂപ്പ് ചെയ്ത് കളിക്കുകയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത് ടൈം ടു ലീവ് ഫീൽഡ് യൂസ് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഈ തരത്തിലുള്ള ലൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുക നെറ്റ്വർക്കിൽ. ഓക്കെ, ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഈ തരത്തിലുള്ള ലൂപ്പിങ്ങുകളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ IP വെർഷൻ 4 ഹെഡറിൽ TTL എന്ന് പറയുന്ന ഒരു ഫീൽഡിനെ ആഡ് ചെയ്തിരിക്കുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സപ്പോസ് എ കമ്പ്യൂട്ടർ A and B have IP addresses 10.105.1.113 and 10.105.1.91 respectively, and they both use the same net mask n. Which of the following value of n given below should not be used if A and B should belong to same network? Question ഒന്നും കൂടെ വായിച്ചു നോക്കുക. ആൻസർ കമന്റ് ചെയ്തോളൂ. ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് A, B and 2 are the 2 devices and they have 2 IP addresses. ആ 2 IP അഡ്രസ്സിനും ഒരിക്കലും വരാൻ പറ്റാത്ത സബ്നെറ്റ് മാസ്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ആൻസർ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത്? പെട്ടെന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓപ്ഷൻ A റോങ് ആൻസർ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സബ്നെറ്റ് മാസ്ക് ആണ് ഈ പറഞ്ഞ 2 IP അഡ്രസ്സിനും പറ്റാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ D ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ D ആണ് ഈ ഒരു കേസിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ D ഇസ് ദ റൈറ്റ് ആൻസർ. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സബ്നെറ്റ് മാസ്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ബിറ്റുകൾ, അതായത് സബ്നെറ്റ് മാസ്കിൽ നമുക്കറിയാം 32 ബിറ്റുകൾ ഉണ്ട്. ആ 32 ബിറ്റുകളില് നെറ്റ്വർക്ക് പോർഷൻസ് ഫുൾ 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സബ്നെറ്റ് മാസ്ക്. അതായത് ഒരു നെറ്റ്വർക്ക് അഡ്രസ് തന്നു കഴിഞ്ഞാൽ, ആ നെറ്റ്വർക്ക് അഡ്രസ് അല്ലെങ്കിൽ ഒരു IP അഡ്രസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ 2 കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നെറ്റ്വർക്ക് പോർഷനും കണ്ടുപിടിക്കാൻ പറ്റും, ഹോസ്റ്റ്. അപ്പൊ അങ്ങനാണ് എങ്കിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ക്ലാസ് ബിയുടെ കേസിൽ ആദ്യത്തെ 2 ഒക്ടക്റ്റുകളാണ് നെറ്റ്വർക്ക് പോർഷൻ എന്നും പിന്നീട് വരുന്ന 2 ഒക്ടക്റ്റുകളാണ് ഹോസ്റ്റ് പോർഷൻ എന്നും പറഞ്ഞു. അതുപോലെ തന്നെ
ഏതൊരു ക്ലാസ് എടുത്താലും അല്ലെങ്കിൽ ഏതൊരു IP അഡ്രസ് എടുത്താലും അതിൽ രണ്ട് പോർഷൻ ആണുള്ളത്, നെറ്റ്വർക്ക് പോർഷനും ഹോസ്റ്റ് പോർഷനും. അങ്ങനെ നോക്കുമ്പോ നിങ്ങളുടെ ക്വസ്റ്റ്യനില് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ തന്നിരിക്കുന്നത് 10.105.1.113 10.105.1.91 അപ്പോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ സബ്നെറ്റ് മാസ്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ആദ്യത്തെ 3 ഒക്ടറ്റുകളും 2 IP അഡ്രസ്സിലും സെയിം ആണ്, അല്ലെ? ശ്രദ്ധിച്ചേ, ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 105, ഇവിടെ 105, ഇവിടെ 1, ഇവിടെ 1. അതായത് ഈ 3 ഒക്ടറ്റുകളും ആദ്യത്തെ 3 ഒക്ടറ്റുകളും സെയിം ആയതുകൊണ്ട് തന്നെ ഓക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പറ്റും? അത് സെയിം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ 3 ഒക്ടറ്റും 255, 255, 255 എന്ന് കൊടുക്കാൻ പറ്റും. ഇനി അല്ല മറ്റൊരു രീതിയിൽ ഞാൻ പറയുകയാണ് എങ്കിൽ ഈ പറയുന്ന 10.105.1.113 ഈ തന്നിരിക്കുന്ന ഓരോ സബ്നെറ്റ് മാസ്കുകളും നിങ്ങൾ ലോജിക്കൽ ആൻഡ് ചെയ്യുമ്പോൾ ലോജിക്കൽ ആൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടണം? ഈ തന്നിരിക്കുന്ന IP അഡ്രസ് തന്നെ കിട്ടണം. ശ്രദ്ധിക്കുക, ഇവിടെ 105.1.113 ആണ്, അല്ലെ? അടുത്തത് 10.105.1.91 ആണ്. ഈ രണ്ട് കേസിലും ആദ്യത്തെ 3 ഒക്ടറ്റുകൾ സെയിം ആണ്, അല്ലെ? അങ്ങനാണ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇവര് രണ്ടുപേരുടെ 3 ഭാഗങ്ങൾ ശരിയാണ് എങ്കിൽ, 3 ഒക്ടറ്റുകൾ സെയിം ആണ് എങ്കിൽ ഇവരുടെ സബ്നെറ്റ് മാസ്കുകളുടെയും ആദ്യത്തെ 3 പോർഷൻ സെയിം ആയിരിക്കും. അപ്പൊ ആദ്യത്തെ 3 പോർഷൻ എല്ലാത്തിന്റെ എന്താണ്? 255.255.255.255 ആണ്, അല്ലെ? അപ്പൊ അത് ഓക്കെ ആയി. ഇനി നാലാമത്തെ ഒക്ടറ്റ് നോക്കിക്കേ, 313ഉം 91ഉം. നാലാമത്തെ ഒക്ടറ്റിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? 8 ബിറ്റ് വെച്ച്, അല്ലെ? 8 ബിറ്റ് വെച്ച് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങളുടെ 8 ബിറ്റ്. അതിൽ എങ്ങനെയാണ് 113 കിട്ടുന്നത്? അതിൽ 113 കിട്ടണമെങ്കിൽ ഇത് 160 ഈ പൊസിഷന്റെ വാല്യൂ എഴുതുവാണ്. 128, 64, 32, 16, 8, 4, 2, 1. അപ്പൊ 113 എപ്പോഴാ കിട്ടുന്നത്? 64ന്റെ ബിറ്റ് പൊസിഷൻ 1 ആവണം, 32ന്റെ ബിറ്റ് പൊസിഷൻ 1 ആവണം. അപ്പൊ 64ഉം 32ഉം കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? 96 കിട്ടും. അതിന്റെ കൂടെ നമുക്ക് 16ഉം കൂടെ ഒന്ന് കൂട്ടി നോക്കിയാലോ? 16 എന്ന് പറഞ്ഞാൽ അടുത്ത ബിറ്റ്, അല്ലെ? അതും നമ്മൾ 1 ആക്കി. അപ്പൊ 16ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 112 കിട്ടും. 113 അല്ലേ വേണ്ടത്? അപ്പൊ ഈ ഒന്നാമത്തെ ഈ ഒരു ബിറ്റും കൂടെ നമ്മൾ 1 ആക്കി. ബാക്കി എല്ലാം നമ്മൾ എന്താക്കി മാറ്റി? 0 ആക്കി മാറ്റി. ഇതാണ് 313ന്റെ ബിറ്റ് റെപ്രസെന്റേഷൻ. അതുപോലെ 91ന്റെയോ ആദ്യത്തെ ബിറ്റ് 0 ആക്കി, 64ാമത്തെ ബിറ്റ് ആ പൊസിഷൻ 1 ആക്കി, 32 0 ആക്കി, ദെൻ നമ്മള് 16 നമുക്കൊന്ന് 1 ആക്കി നോക്കാം. അപ്പൊ ആഡ് ചെയ്തേ, 64 + 16 എത്ര കിട്ടും? 80 കിട്ടി. നമുക്ക് എത്രയാ വേണ്ടത്? 91 അല്ലേ വേണ്ടത്? അതായത് ഒരു 11ഉം കൂടെ വേണം. അതായത് 8, 2, 1. അപ്പൊ ഇതാണ് 113, ഇതാണ് 91ന്റെ ബിറ്റ് പാറ്റേൺ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 2 ബിറ്റ് പാറ്റേണില് ആദ്യത്തെ ബിറ്റുകൾ സെയിം ആണ്, രണ്ടാമത്തെ ബിറ്റുകളും സെയിം ആണ്, മൂന്നാമത്തെ ബിറ്റുകൾ തൊട്ട് ബിറ്റുകളുടെ ഓർഡർ തെറ്റിയിട്ടുണ്ട്, അല്ലെ? അതായത് മൂന്നാമത്തെ ബിറ്റ് തൊട്ട് സെയിം അല്ല, ആദ്യത്തെ 2 ബിറ്റുകൾ സെയിം ആണ്, അല്ലെ? അപ്പൊ ആദ്യത്തെ 2 ബിറ്റുകൾ സെയിം ആണ് എന്ന് കാണിക്കുമ്പോൾ ആദ്യത്തെ ഈ ഒരു ബിറ്റ് സെയിം ആണ് എങ്കിൽ ഇവിടെ 128 വന്നേനെ സബ്നെറ്റ് മാസ്കില്. രണ്ടാമത്തെ ഈ ബിറ്റും കൂടെ സെയിം ആകുമ്പോൾ +64 വരും. അവിടെ എത്ര വരും? 64 വന്നു കഴിഞ്ഞാൽ 192 വന്നേനെ. അതായത് നിങ്ങൾക്ക് ഈ 2 IP അഡ്രസ്സും ബിലോങ് ചെയ്യുന്ന സബ് നെറ്റ്വർക്ക് മാസ്കുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ വരും, ഓപ്ഷൻ ബി വരും, ഓപ്ഷൻ സി വരും. എന്നാൽ 224 എപ്പോഴാണ് കിട്ടുന്നത്? മൂന്നാമത്തെ ബിറ്റും കൂടെ നോക്കണം. മൂന്നാമത്തെ ബിറ്റ് ഇവിടെ സെയിം ആണോ? ഒരിടത്ത് 1ഉം ഒരിടത്ത് 0യും സെയിം അല്ല. അപ്പൊ 224 എന്ന് പറയുന്ന ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല.
എന്തുകൊണ്ടാ കിട്ടാത്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു സബ്നെറ്റ് മാസ്ക്, അതായത് ഈ പറഞ്ഞ രണ്ട് IP അഡ്രസ്സും ഒരേ സബ് നെറ്റ്വർക്കിൽ വരണമെങ്കിൽ അതിന്റെ സബ്നെറ്റ് മാസ്ക് ബിറ്റുകൾ എല്ലാം തന്നെ സെയിം ആയിരിക്കണം അല്ലെ? സബ്നെറ്റ് മാസ്ക് ബിറ്റുകൾ എല്ലാം തന്നെ സെയിം ആയിരിക്കണം. ഈ ഓപ്ഷൻ എയിൽ എത്ര സബ്നെറ്റ് ബിറ്റുകൾ ഉണ്ട്? സബ്നെറ്റ് ബിറ്റുകൾ എത്രയാണുള്ളത്? 8 8 8 16 എണ്ണം. ആ 16 ബിറ്റും രണ്ടെണ്ണത്തിലും സെയിം അല്ലേ? 16 ബിറ്റും രണ്ടെണ്ണത്തിലും സെയിം ആണ്. അടുത്തത് എത്ര വന്നു? ഇവിടെ 8 ഇവിടെ 8 ഇവിടെ 8 ഇവിടെ 1, അതായത് 17 ബിറ്റുകൾ. ആ 17 ബിറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ആ 17ാമത്തെ ബിറ്റ് ആയിട്ട് വന്നത്. അതും സെയിം അല്ലേ? അതുകൊണ്ടും ഇതും സബ്നെറ്റ് മാസ്കിൽ തന്നെ പെടും. അടുത്തത് എത്രയാണ്? 18 ബിറ്റുകൾ. ഇവിടെ 2 ബിറ്റ്, ബാക്കി എല്ലായിടത്തും 8 ബിറ്റുകൾ. അപ്പൊ 18 ബിറ്റുകൾ വന്നാലും നോക്കിക്കേ, രണ്ടാമത്തെ ബിറ്റും സെയിം അല്ലേ? അതായത് ഏതൊക്കെയാണോ നിങ്ങളുടെ സബ്നെറ്റ് മാസ്കുകൾ, ആ സബ്നെറ്റ് മാസ്കുകളിൽ വരുന്ന എല്ലാ ബിറ്റുകളും സെയിം ആണോ എന്ന് നോക്കുക. രണ്ട് IP അഡ്രസ്സിലും നിങ്ങളുടെ സബ്നെറ്റ് മാസ്കിന്റെ പോർഷനിലുള്ള എല്ലാ ബിറ്റുകളും സെയിം ആണോ എന്ന് നോക്കുക. അപ്പം ആദ്യത്തെ 3 കേസിലും നമ്മൾ പറഞ്ഞ ഈ രണ്ട് IP അഡ്രസ്സിലും എല്ലാ ബിറ്റുകളും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ ബിറ്റ് നാലാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. അവിടെ നിങ്ങൾക്ക് 19 ബിറ്റുകൾ വേണ്ടി വരും അല്ലെ? ആദ്യത്തെ 3 എണ്ണത്തിന്റെ 8 8 8 അല്ലെ? 255 255 255 8 8 8 എന്ന് പറയുമ്പോൾ എത്ര വരും കേട്ടോ? നേരത്തെ ഞാൻ എഴുതിയ കൗണ്ട് 18 അല്ല, അവിടെ എത്ര വരും? 8 + 8 + 8 + 2 എന്ന് പറയുമ്പോൾ എത്രയാ വരുന്നത്? 26 വരും അല്ലെ? 24 + 2 26, മുകളിൽ 25 വന്ന്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡിയിൽ എത്രയാ വരുന്നത്? 8 + 8 + 8 + 224 എത്ര ബിറ്റ് ആണോ? 3 ബിറ്റ്. ഇവിടെ ആ ഫസ്റ്റ് 3 ബിറ്റും സെയിം ആണോ? ആദ്യത്തെ 2 സെയിം ഉള്ളൂ, മൂന്നാമത്തെ ബിറ്റ് ഡിഫറെന്റ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് the fourth option, that is 255.255.255.224 is not the subnet mask for these two IP address. കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, ബാക്കിയുള്ളവർക്കും ക്ലിയർ ആണോ? അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. Which of the following switching services are appropriate for setting up? First one, a voice communication, and the second one, internet service respectively. So voice communication വേണ്ടിയും ഇന്റർനെറ്റ് സർവീസിന് വേണ്ടിയും ഏത് തരത്തിലുള്ള സ്വിച്ചിങ് സർവീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഞാൻ നേരത്തെ ഒരു എക്സ്പ്ലനേഷനിൽ പറഞ്ഞിരുന്നു, ടെലിഫോണിക് കോൺവെർസേഷൻ അല്ലെങ്കിൽ വോയിസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? സർക്യൂട്ട് സ്വിച്ചിങ് അല്ലെ? ദെൻ ഇന്റർനെറ്റിൽ നമ്മൾ ഏത് സ്വിച്ചിങ് ആ യൂസ് ചെയ്യുന്നത്? ഇന്റർനെറ്റിൽ നമ്മൾ ഏത് സ്വിച്ചിങ് ആ യൂസ് ചെയ്യുന്നത്? നമ്മൾ അതും നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. നമ്മൾ UDPയുടെ കേസില് ഒരു പാക്കറ്റുകൾ നമ്മൾ അയക്കുന്നത്, ആ പാക്കറ്റുകൾ ഡിഫറെന്റ് റൂട്ടുകളിലൂടെയാണ് ഡെസ്റ്റിനേഷനിൽ എത്തുന്നത് എങ്കിൽ അത് UDP ആണെന്നും, സെയിം റൂട്ടിലൂടെയാണ് എങ്കിൽ അത് TCP ആണെന്നും പറഞ്ഞിരുന്നു അല്ലെ? സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ദാറ്റ് ഇസ് സർക്യൂട്ട് സ്വിച്ചിങ് ആൻഡ് പാക്കറ്റ് സ്വിച്ചിങ്. ഇന്റർനെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇന്റർനെറ്റിൽ നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. ഇന്ന റൂട്ടിലൂടെ മാത്രമേ മെസ്സേജ് പോകാൻ പാടുള്ളൂ. ചില കേസിൽ പറ്റും അല്ലെ? അതായത് TCP പ്രോട്ടോകോളുകളാണ് എങ്കിൽ നമുക്കത് പറയാം, ഇന്ന സ്പെസിഫിക് റൂട്ടുകളിലൂടെ മാത്രമേ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം. എന്നാൽ ചില കമ്മ്യൂണിക്കേഷനകത്ത് അങ്ങനല്ല. അതായത് നമ്മൾ നെറ്റിൽ ഇപ്പൊ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും നെറ്റിൽ സെർച്ച് ചെയ്യുന്നു, അതിലൊന്നും TCP കണക്ഷൻ അല്ല. ചില കേസുകളിൽ, അതായത് HTTP റിക്വസ്റ്റ് ആണ് എങ്കിൽ, നമ്മൾ കൊടുക്കുന്നത് ഒരു HTTP റിക്വസ്റ്റ് ആണ് എങ്കിൽ നമുക്കറിയാം അതൊരു TCP കണക്ഷൻ ആണ്. എന്നാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയുന്ന പോലെ DNS വരാൻ സാധ്യതയുണ്ട് അല്ലെ? DNSൽ അവിടെ ഏത് ടൈപ്പ് ആയിരിക്കും? അവിടെ മേ ബി UDP ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. അപ്പോ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഒരു പാക്കറ്റ് സ്വിച്ചിങ് ആണ്. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാക്കറ്റുകളാക്കി സ്പ്ലിറ്റ് ചെയ്തിട്ട് പല റൂട്ടുകളിലൂടെ നമ്മൾ സോഴ്സ് ടു ഡെസ്റ്റിനേഷൻ അയക്കുന്നു. എന്നാൽ ടെലിഫോണിക് കോൺവെർസേഷൻ എങ്ങനെയാണ്? നമ്മൾ ഒരു സർക്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, അതാണ് സർക്യൂട്ട് സ്വിച്ചിങ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. സോ വി ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. മാച്ച് ദ ഫോളോവിങ്. മാച്ച് ദ ഫോളോവിങ് ഏതാണെന്ന് നോക്കിയിട്ടൊന്ന് കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി ആണ് കമന്റ് ചെയ്തേക്കുന്നത്, ഓപ്ഷൻ ഡി കമന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം.
സോ UDP ഹെഡർ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് ഒരു 16 ബിറ്റ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ 4ലോട്ടായിരിക്കും അത് മാപ്പ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ വരുമ്പോൾ ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പൊ പോർട്ട് നമ്പർ ഇസ് 16 ബിറ്റ്. സോ UDP ഹെഡേഴ്സ് പോർട്ട് നമ്പർ ഗോസ് ടു 16 ബിറ്റ്. ദെൻ അടുത്തത് ക്യൂ വന്നിരിക്കുന്നത് ഈതർനെറ്റ് MAC അഡ്രസ് ആണ്, അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ് അല്ലെ. ഫിസിക്കൽ അഡ്രസ് എത്രയാണ്? 48 ബിറ്റ് ആണ് ഫിസിക്കൽ അഡ്രസ്. സോ ക്യൂ വരുന്നത് 1 ആയിരിക്കും. സോ P4 അത് രണ്ടും കറക്റ്റ് ആണ്. Q1 അതും കറക്റ്റ് ആണ്. ദെൻ IP വെർഷൻ 6 നെക്സ്റ്റ് ഹെഡർ. അപ്പൊ അതിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് തൊട്ട് താഴത്തോട്ട് പോകെ TCP ഹെഡേഴ്സ് സീക്വൻസ് നമ്പർ. നമുക്കറിയാം സീക്വൻസ് നമ്പർ എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. സോ എസ് എന്ന് പറയുന്നത് 3യോടായിരിക്കണം മാപ്പ് ചെയ്യേണ്ടത്. സോ ഒബ്വിയസ്ലി IP വെർഷൻ 6ന്റെ നെക്സ്റ്റ് ഹെഡർ എന്ന് പറയുന്നത് 8 ബൈറ്റ് ആയിരിക്കും. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. മറ്റേതെങ്കിലും എക്സ്പ്ലനേഷൻ വേണോ? ഏതെങ്കിലും ഒരു അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്. Statement 1, port number for DHCP client is 67 and DHCP employs a connectionless service model using the user datagram protocol, and DHCP lease time is the amount of time in the network device can use an IP address in a network. So ഇതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ സി ആണ് രേണുക പറഞ്ഞിരിക്കുന്നത്. The right answer is option C. Only statement 2 and 3 are correct. ശ്രദ്ധിക്കുക, DHCP is a dynamic host configuration protocol which is used to dynamically allocate IP addresses to the device. So IP address ഒരു ഡിവൈസിലോട്ട് അലോക്കേറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്, മാനുവലിയും ഡൈനാമിക്കലിയും. ഡൈനാമിക്കലി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് DHCP പ്രോട്ടോകോൾ. ആക്ച്വലി DHCP പ്രോട്ടോകോളില് പുതിയതായിട്ട് വരുന്ന ഒരു ക്ലയന്റിനെ DHCP ക്ലയന്റ് എന്നും നമുക്ക് DHCP സെർവറും ഉണ്ടാകും. ആ DHCP ക്ലയന്റ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഒരു IP അഡ്രസ് അറ്റൈൻ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ DHCP ക്ലയന്റിന്റെ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 68 ആണ്. എന്നാൽ DHCP സെർവർ പോർട്ട് നമ്പർ ഈസ് 67. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ നോക്കുമ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് മനസ്സിലായി. അടുത്തൊരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ DHCP ക്ലയന്റിന്റെ IP അഡ്രസ്, അതായത് DHCP ക്ലയന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു IP അഡ്രസ് വേണം അല്ലെ. കാരണം ക്ലയന്റ് ആക്ച്വലി IP അഡ്രസ് അറ്റൈൻ ചെയ്യാൻ അല്ലെങ്കിൽ IP അഡ്രസ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് DHCP സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഡെമ്മി ആയിട്ടെങ്കിലും ഒരു IP അഡ്രസ് വേണം. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന IP അഡ്രസ് ആണ് 0.0.0.0. ഇതിനെ നമ്മൾ പറയുന്നത് DHCP ക്ലയന്റ് IP അഡ്രസ് എന്നാണ് പറയുന്നത്. സോ ഈ DHCP ക്ലയന്റ് IP അഡ്രസ് വെച്ച് DHCP സെർവറിലോട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെർവറിന്റെ IP അഡ്രസ്സും കാര്യങ്ങളും ഒന്നും അറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആണ് UDP വഴി അയക്കുന്നത്. ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് കൊടുക്കുമ്പോൾ അതിന്റെ ഡെസ്റ്റിനേഷന്റെ അഡ്രസ് എന്ന് പറയുന്നത് 255.255.255.255 ആയിരിക്കും ഡെസ്റ്റിനേഷന്റെ IP അഡ്രസ്. ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആ സെർവറിൽ എത്തിക്കഴിയുമ്പോൾ സെർവർ ഇത് മനസ്സിലാക്കും, ഇതൊരു DHCP ക്ലയന്റിൽ നിന്ന് വരുന്ന റിക്വസ്റ്റ് ആണ് എന്നും ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് സെർവറിന്റെ കയ്യിലിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള IP അഡ്രസ്സുകളെല്ലാം DHCP ക്ലയന്റിന് അയച്ചു കൊടുക്കുകയും അതിൽ നിന്ന് ഒരു IP അഡ്രസ് DHCP ക്ലയന്റ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. സോ മനസ്സിലാക്കുക, DHCP ക്ലയന്റ് സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് UDP പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ്. അതുവഴി നമുക്ക് സെർവറിൽ നിന്ന് ഒരു IP അഡ്രസ് ക്ലയന്റിന് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്ലയന്റ് ഒരു പർട്ടിക്കുലർ ലീസ് ടൈം വരെ ആ IP അഡ്രസ് യൂസ് ചെയ്യുകയും ആ IP അഡ്രസ് വീണ്ടും റീയൂസ് ചെയ്യണമെങ്കിൽ റിന്യൂ റിക്വസ്റ്റ് കൊടുക്കുകയും ചെയ്യും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കുന്നതാണ്, നമ്മളായിട്ട് ചെയ്യുന്നതല്ല. സോ DHCP സെർവറിലോട്ട് റിന്യൂ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ ആ ഒരു IP അഡ്രസ്സിനെ വീണ്ടും നമുക്ക് ആ ലീസ് ടൈം കഴിഞ്ഞിട്ടും റീയൂസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നോക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 2ഉം സ്റ്റേറ്റ്മെന്റ് 3യും ഒരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്.
സോ ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആണോ? DHCP ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൺസെപ്റ്റ് ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. Question number 9. The message A516 is to be transmitted using CRC polynomial x3 plus x plus 1. Find the message that should be transmitted in hexadecimal. So, നിങ്ങളൊന്ന് ട്രൈ ചെയ്തോളൂ. ഞാനിവിടെ ബോർഡിൽ സ്ക്രീനിൽ ഞാനും വർക്ക് ചെയ്യുവാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ കമന്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളിവിടെ ചെയ്ത് നോക്കുക. നിങ്ങൾ ബോർഡിലോട്ട് നോക്കണ്ട. നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയാണ് സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, അതായത് CRC കോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ഓപ്ഷൻ ബി ഇസ് എ റൈറ്റ് ആൻസർ. യാ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. എല്ലാവർക്കും കിട്ടിയിരുന്നോ ആൻസർ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിരുന്നോ ആൻസർ? ഓക്കെ, ശ്രദ്ധിക്കുക. എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ പറഞ്ഞു തരാം. എങ്ങനെയാണ് CRC കോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എന്താണ് CRC കോഡ്? CRC എന്ന് പറയുന്നത് ഒരു എറർ കൺട്രോൾ മെക്കാനിസത്തിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് CRC. എററിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് CRC. സപ്പോസ് നമ്മളുടെ കയ്യിൽ ഒരു ഡേറ്റ തന്നിട്ടുണ്ട്. ആ ഡേറ്റാനെ ഞാൻ ബൈനറി ഫോമിൽ A എന്ന് പറയുന്നത് 1010 എന്നും B എന്ന് 5 എന്ന് പറയുന്നത് 0101 എന്നും എഴുതി. ദെൻ നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് x ക്യൂബ് പ്ലസ് x പ്ലസ് 1. x ക്യൂബ് പ്ലസ് x പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ശ്രദ്ധിക്കുക, x ക്യൂബ് പ്ലസ് 0x സ്ക്വയർ പ്ലസ് 1x റീസ് ടു 1 പ്ലസ് 1. ഇതാണ് നമ്മുടെ പോളിനോമിയൽ. സോ പവർ ഉള്ള ടേമുകൾക്ക് 1 കൊടുക്കുക. ഇവിടെ x സ്ക്വയറിന്റെ ടേം ഇല്ല, സോ 0 കൊടുത്തു. x റീസ് ടു 1ന്റെ ടേം ഉണ്ട്, സോ 1 കൊടുത്തു. x റീസ് ടു 0യുടെ ടേം ഉണ്ട്, സോ 1 കൊടുത്തു. അപ്പൊ നമുക്ക് എത്രയാ കിട്ടിയത്? 1011 എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഡിവൈഡർ. ഓക്കെ, അപ്പോ ഇത് നമുക്ക് ഡിവൈസർ കിട്ടി. ദെൻ അതിനുശേഷം അത് എത്ര ബിറ്റ് ആയിരുന്നു? അത് സപ്പോസ് 4 ബിറ്റ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ അത് L ബിറ്റ് ആണ് എങ്കിൽ, യു നീഡ് ടു അപ്പൻഡ് L minus zeros to the message. L minus 1 zeros to the message. അപ്പൊ 4 ബിറ്റ് ആയിരുന്നു നമ്മുടെ ഡിവൈസർ. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 3 ബിറ്റ് നമ്മൾ എക്സ്ട്രാ ഈ ഡേറ്റയുടെ കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഒറിജിനൽ ഡേറ്റ എന്തായിരുന്നു? A5ന്റെ കൂടെ നമ്മൾ 3 സീറോയും കൂടെ ആഡ് ചെയ്തു. ആ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെങ്ങനെയാ നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് എന്ന് നോക്കിക്കോളൂ. A എന്ന് പറഞ്ഞാൽ 1010, B5 എന്ന് പറഞ്ഞാൽ 0101. ദെൻ നമ്മൾ അപ്പൻഡ് ചെയ്ത 3 സീറോസ്. അതിനെ നമ്മൾ ഡിവൈഡർ ഏതായിരുന്നു? നമ്മുടെ ഡിവൈസർ ഏതായിരുന്നു? 1011 ആയിരുന്നു ഡിവൈസർ. അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു.
അപ്പൊ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണെങ്കിൽ കോഷ്യന്റിലും 1 ഇടുക. ഓക്കെ, 1 ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എക്സോർ ഓപ്പറേഷൻ ആണ് ഇവിടെ പെർഫോം ചെയ്തത്. എക്സോർ ഓപ്പറേഷൻ പെർഫോം ചെയ്തിട്ട് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്ത് കളഞ്ഞു. ദെൻ ഇനി വരുന്ന മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണ് എങ്കിൽ കോഷ്യന്റിൽ വീണ്ടും 0 പ്ലേസ് ചെയ്യുക. ദെൻ 0 ഇൻറ്റു ഡിവൈസർ ഫുൾ 0 നമുക്ക് ഇവിടെ കിട്ടും. Again we have to perform the XOR operation, then we will get 0 0 1 0 1. അതില് വീണ്ടും നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് ഡിസ്കാർഡ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വീണ്ടും അടുത്തൊരു മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് കിട്ടി. അതെന്താണ്? 0 ആണ്. സോ അത് ഇവിടെ 0 ആയതുകൊണ്ട് വീണ്ടും കോഷ്യന്റിൽ എന്തിട്ടു? 0 ഇട്ടു. വീണ്ടും നമ്മൾ ഡിവൈസറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 0 ഇട്ടു. എഗെയിൻ ഈ ഒരു പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് 0 1 1 0 ആണ്. അതില് ലാസ്റ്റ്, അതായത് ആ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിനെ ഡിസ്കാർഡ് ചെയ്ത് കളയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1 1 0 ആണ്. ആക്ച്വൽ മെസ്സേജിന്റെ കൂടെ ആ 1 1 0 നമ്മൾ അപ്പൻഡ് ചെയ്യുക. ഇതായിരുന്നു നമ്മളുടെ ആക്ച്വൽ മെസ്സേജ്. അതായത് A5 എന്നുള്ളത് ആയിരുന്നു നമ്മുടെ ആക്ച്വൽ മെസ്സേജ്. അതിന്റെ കൂടെ റിമൈൻഡർ നമ്മൾ അപ്പൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു? ഹെക്സാഡെസിമൽ നൊട്ടേഷനിൽ നമ്മൾ എഴുതി. അപ്പൊ നമുക്ക് എത്രയാ കിട്ടുന്നത്? 5 2D എന്നാണ് കിട്ടുന്നത്. കൺസെപ്റ്റ് ക്ലിയർ ആണോ? സൈക്ലിക് റിഡൻഡൻസി ചെക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഡിഫൈൻ ദ ടൈപ്പ് ഓഫ് ദ ഫോളോവിംഗ് ഡെസ്റ്റിനേഷൻ അഡ്രസ്. നമുക്ക് ഒരു മാക് അഡ്രസ് ആണ് തന്നേക്കുന്നത്. മാക് അഡ്രസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഫിസിക്കൽ അഡ്രസ് അല്ലെ? ഫിസിക്കൽ അഡ്രസ് ഓർ മാക് അഡ്രസ് ഓർ വി ക്യാൻ സേ ദാറ്റ് ഈതർനെറ്റ് അഡ്രസ്. ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഇവൻ എത്ര ബിറ്റ് ആണ്? ഇവൻ 48 ബിറ്റുകാരനാണ്, അല്ലെങ്കിൽ ഇവനെ നമുക്ക് 6 ബൈറ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഓരോ ഡിവൈസിനും യുണീക്ക് ആയിട്ട് ഫിസിക്കൽ അഡ്രസ് ഉണ്ടാകും. നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിന്റെ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിൽ ആ മാനുഫാക്ചേഴ്സ് സിസ്കോ ആണെങ്കിൽ അവരായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ മാക് അഡ്രസ് ആണ് 48 ബിറ്റിന്റെ ഒരു കോമ്പിനേഷൻ. അത് പല മാനുഫാക്ചേഴ്സ് ഉണ്ടാവാം. സിസ്കോ മാനുഫാക്ചേഴ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ പല തരത്തിലുള്ള പല ഡിഫറെന്റ് മാനുഫാക്ചേഴ്സ് ഉണ്ടാവാം. അവരായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു മാക് അഡ്രസ് ആണ്, അല്ലെങ്കിൽ അവരായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു അഡ്രസ് ആണ് 48 ബിറ്റിന്റെ ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ മാക് അഡ്രസ് അല്ലെങ്കിൽ ഈതർനെറ്റ് അഡ്രസ്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ എ യൂണികാസ്റ്റ് ആണോ മൾട്ടികാസ്റ്റ് ആണോ, ഓപ്ഷൻ ബി യൂണികാസ്റ്റ് ആണോ മൾട്ടികാസ്റ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന ഓപ്ഷൻ എയിലെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് പാർട്ട് എഴുതുക. ദാറ്റ് ഇസ് 4A 47. അതിനെ നമുക്ക് ഡെസിമലിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 0 1 0 0 1 0 1 0. ദെൻ 47 എങ്ങനെ എഴുതുന്നത്? 0 1 0 0 0 1 1 1. അതിന്റെ ഈ പാറ്റേൺ, അതായത് ആദ്യത്തെ ഒക്ടക്റ്റ് എടുക്കുക. ആദ്യത്തെ ഒക്ടക്റ്റിലെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എടുക്കുക. ആദ്യത്തെ ഒക്ടക്റ്റിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എടുക്കുക. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണ് എങ്കിൽ ഇറ്റ് ഈസ് എ യൂണികാസ്റ്റ് അഡ്രസ്. ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണ് എങ്കിൽ ഇറ്റ് ഈസ് മൾട്ടികാസ്റ്റ് അഡ്രസ്. സോ ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കുക, 48 ബിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിസിക്കൽ അഡ്രസ് ആണ്, മാക് അഡ്രസ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈതർനെറ്റ് അഡ്രസ് ആണ്. ദീക്ഷ പറഞ്ഞത് കറക്റ്റ്. ദീക്ഷ ഓപ്ഷൻ എ യൂണികാസ്റ്റ് ചെയ്യാതെ കറക്റ്റ് ആണ്. അപ്പോ മനസ്സിലാക്കുക, ഈ 48 ബിറ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതിൽ ആദ്യത്തെ ഒരു 6 ബിറ്റ് എന്ന് പറയുന്നത് മാനുഫാക്ചേഴ്സിന്റെ കമ്പനിയുടെ നെയിം ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ കോഡ് ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അതെങ്ങനെ യുണീക്ലി ജനറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ നെയിം, അതുപോലെ അന്നത്തെ ഡേറ്റ്, അന്നത്തെ സീരിയൽ നമ്പർ, അങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഇവർ 48 ബിറ്റുള്ള ഫിസിക്കൽ അഡ്രസ് ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ജനറേറ്റ് ചെയ്ത ആ ഫിസിക്കൽ അഡ്രസ്സിന്റെ ആദ്യത്തെ 8 ബിറ്റ് എടുക്കുക. അതിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എടുക്കുക. ആ 8 ബിറ്റിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എടുക്കുക. അത് 0 ആണ് എങ്കിൽ യൂണികാസ്റ്റ്, ആ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണ് എങ്കിൽ മൾട്ടികാസ്റ്റ്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്?
checksum field is present in both TCP header and UDP header. Statement 2 എന്താണ്? Size of the source port is a TCP header is 16 byte. So ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ് എന്നാണുള്ള ക്വസ്റ്റ്യൻ. നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്തോളൂ. ആൻസർ കിട്ടുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ചെക്സം റിലേറ്റഡ് ആണ്. ചെക്സം എന്ന് പറയുന്നത് അഗെയിൻ ഇറ്റ് ഈസ് എ എറർ കൺട്രോൾ മെക്കാനിസം. അതായത് എററിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ചെക്സം. തൊട്ട് മുമ്പ് നമ്മൾ എന്താ പറഞ്ഞത്? CRC കോഡ് പറഞ്ഞിരുന്നു അല്ലെ? CRC കോഡ് എന്തിനു വേണ്ടിയാ യൂസ് ചെയ്തത്? എറർ ഡിറ്റക്ഷന് വേണ്ടി. അതുപോലെ തന്നെ എററിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു മെക്കാനിസം കൂടിയാണ് ചെക്സം. സോ നമ്മളുടെ TCP ഹെഡറിലും UDP ഹെഡറിലും എന്തുണ്ടാകും? ഇതുപോലെ ചെക്സം ഫീൽഡുകൾ അവൈലബിൾ ആയിരിക്കും. എന്നാലല്ലേ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും എററുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡർ ഫയലിൽ എന്തുണ്ടാവണം? ചെക്സം ഉണ്ടായിരിക്കണം. മാത്രമല്ല TCP ഹെഡറിൽ നിങ്ങൾക്ക് പോർട്ടും ഉണ്ടാകും, പോർട്ട് നമ്പറും ഉണ്ടാകും. പക്ഷേ പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 16 ബൈറ്റ് അല്ല. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? 16 ബൈറ്റ് അല്ല, 16 ബിറ്റ് ആണ് പോർട്ട് നമ്പർ. സോ ദ സ്റ്റേറ്റ്മെന്റ് 2 ഈസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 12. In OSI model, the layer is responsible for the flow control between the originating node and the destination node. ഏത് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്? Which layer is responsible for the flow control between the originating node and destination node? That is source to destination എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത് നോഡ്, ഏത് ലെയറിൽ വരുന്നതാണ്? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും OSI മോഡൽ പഠിക്കുമ്പോൾ നമ്മൾ പല തരത്തിലുള്ള കൺസെപ്റ്റുകൾ പഠിക്കാറുണ്ട് അല്ലെ? ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് പ്രോസസ് ടു പ്രോസസ് ഡെലിവറി എന്ന് പറയുന്നതും അതുപോലെ തന്നെ എൻഡ് ടു എൻഡ് ഡെലിവറി എന്ന് പറയുന്നതും ആരാണ്? ട്രാൻസ്പോർട്ട് ലെയർ ആണ്. ഓക്കെ, അപ്പോ ട്രാൻസ്പോർട്ട് ലെയറിന്റെ ഫംഗ്ഷനാലിറ്റി ഇവിടെയും നോക്കിക്കേ. ഒറിജിനേറ്റിംഗ് നോഡും ഡെസ്റ്റിനേഷൻ നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡ് ടു എൻഡ് തന്നെ വന്നല്ലേ? സോ അതെന്ന് പറയുന്നത് ഏത് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്? ട്രാൻസ്പോർട്ട് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദെൻ നോഡ് ടു നോഡ് ഡെലിവറി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. നോഡ് ടു നോഡ് ഡെലിവറി എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ലെയറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 13. What is the broadcast address on the LAN with the router interface 192.168.16.48/29? നമുക്ക് ഇങ്ങനെ ഒരു റൗട്ടർ ഇന്റർഫേസ് തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബ്രോഡ്കാസ്റ്റ് അഡ്രസ്. ഒരു റൗട്ടറിന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിലോട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ആ നെറ്റ്വർക്കിലോട്ടുള്ള ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണ് അറിയേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് റെപ്രസെന്റ് ചെയ്യുന്നത്? നെറ്റ്വർക്ക് ബിറ്റുകളെല്ലാം 1 ആക്കി സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ നെറ്റ്വർക്കിന്റെ നെറ്റ്വർക്ക് ബിറ്റുകളെല്ലാം 1 ആക്കി സെറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സബ് നെറ്റ്വർക്ക് അഡ്രസ് കിട്ടും. നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും അത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഏതായിരിക്കും ആൻസർ? തന്നിരിക്കുന്ന IP അഡ്രസ് 192.168.16.40/29 ആണ് അല്ലെ? 29 എന്ന് പറയുമ്പോൾ 8 ബിറ്റ് 8 ബിറ്റ് 8 ബിറ്റ്, അപ്പൊ 24 ഇവിടെ നിന്ന് 5 ബിറ്റ്, അപ്പൊ 29 അപ്പം ഇത്രയും ബിറ്റുകൾ കൂടി ചേരുമ്പോഴാണ് നമ്മുടെ എന്തുണ്ടാവുന്നത്? നെറ്റ്വർക്ക് പോർഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ഹോസ്റ്റ് എത്രയായിരിക്കും? 32 മൈനസ് 29 എത്രയാണ്? 3 ബിറ്റ് ആണ് ഹോസ്റ്റ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണ്. ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എങ്ങനെയാണ് കിട്ടുന്നത്? അതായത് 29 ബിറ്റ് അതേപടി നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ള 3 ബിറ്റും കൂടെ 1 ആക്കുമ്പോഴാണ് നമുക്ക് ഹോസ്റ്റ് ബിറ്റ് കിട്ടുന്നത്. അതായത് ശ്രദ്ധിച്ചേ, 192 അതുപോലെ, 168 അതുപോലെ, 16 അതുപോലെ. ഇനി ഇവിടുത്തെ 8 ബിറ്റ് ഉണ്ടല്ലോ, ലാസ്റ്റ് ഒക്ടക്റ്റിലെ 8 ബിറ്റ്,
അത് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? 128, 64, 32, 16, 8, 4, 2, 1 അല്ലെ? അതിൽ 40 എന്നല്ലേ പറഞ്ഞേക്കുന്നത്? എങ്ങനെയാ 40 കിട്ടുന്നത്? ഈ 2 ബിറ്റുകൾ 1 ആക്കുമ്പോൾ നമുക്ക് 40 കിട്ടും. ബാക്കിയുള്ള എല്ലാ ബിറ്റ് പൊസിഷനും എന്താക്കി? 0 ആക്കി അല്ലെ? അപ്പം ഇത്രയുമാണ് നമ്മളുടെ നെറ്റ്വർക്ക് പോർഷൻ. ഇത്രയുമാണ് നമ്മളുടെ നെറ്റ്വർക്ക് പോർഷൻ. അപ്പൊ ഈ പോർഷൻസും കൂടെ നമ്മൾ 1 ആക്കുവാണ് അല്ലെ? ഈ പോർഷൻസ് എല്ലാം കൂടെ നമ്മൾ എന്താക്കാൻ പോവാണ്? 1 ആക്കാൻ പോവാണ്. അങ്ങനെ 1 ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് കിട്ടും. ഓക്കെ, അപ്പൊ ആ ബിറ്റുകളെല്ലാം 1 ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിറ്റിന്റെ വാല്യൂ എത്രയാണ്? 4, 2, 1. അതും നമ്മൾ 1 ആക്കുവാണെങ്കിൽ എത്ര കിട്ടും? 4, 2, 6, 1, 7 അല്ലെ? അപ്പൊ ഇവിടം വരെ എന്തായിരുന്നു? ഇവിടം വരെ 40 ആയിരുന്നു. ആ 40ന്റെ കൂടെ ഈ 7 കൂടെ കൂട്ടിയാൽ 47. സോ ഓപ്ഷൻ ബി ഈസ് ദ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ഫോർ ദ റൗട്ടർ ഇന്റർഫേസ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? എക്സ്പ്ലനേഷൻ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എങ്ങനെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് കിട്ടി? ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എങ്ങനെയാ കിട്ടുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതൊരു റൗട്ടറിന്റെ ഇന്റർഫേസ് ആണ് എന്നും ആ ഇന്റർഫേസ് ഉള്ള അത് അപ്പൊ ഒരു നെറ്റ്വർക്കിന്റെ ഒരു ഐഡിയ ആണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ആ നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എപ്പോഴാണ് ബ്രോഡ്കാസ്റ്റ് അഡ്രസ് എങ്ങനെയാണ് കിട്ടുന്നത്? ഹോസ്റ്റ് ബിറ്റുകൾ എല്ലാം 1 ആക്കി കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് അല്ലെ? അപ്പൊ 29 ബിറ്റും എന്താണ്? നെറ്റ്വർക്ക് ആണ്. അത് കഴിഞ്ഞ് 3 ബിറ്റേ നിങ്ങൾക്ക് ഹോസ്റ്റ് ഉള്ളൂ. അപ്പം ആദ്യത്തെ 8, രണ്ടാമത്തെ 8, മൂന്നാമത്തെ 8 അങ്ങനെ 24 ബിറ്റായി. പിന്നെ 4ാമത്തെ ഒക്ടക്റ്റിൽ നിന്ന് 5 ബിറ്റേ നിങ്ങൾ നെറ്റ്വർക്കിലോട്ട് എടുക്കുന്നുള്ളൂ. ബാക്കി 3 ബിറ്റും ഹോസ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ 3 ഒക്ടക്റ്റ് അതേപടി തന്നെ നിൽക്കും. കാരണം അവിടെ എല്ലാ ബിറ്റുകളും നമ്മൾ നെറ്റ്വർക്കിലോട്ട് എടുത്തു. ഇനി 4ാമത്തെ ഒക്ടക്റ്റിൽ മാത്രമേ സ്ലൈറ്റ് മോഡിഫിക്കേഷൻ വരുത്താനായിട്ടുള്ളൂ. അതിൽ നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യത്തെ 5 ബിറ്റ് നെറ്റ്വർക്കാണ്, നമുക്ക് അവരെ തൊടാനേ പറ്റില്ല. പിന്നെ വരുന്ന 3 ബിറ്റുകളാണ് ഹോസ്റ്റ്. ആ ഹോസ്റ്റ് ബിറ്റുകൾ 1 ആക്കുക. സോ യു വിൽ ഗെറ്റ് ദ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് അല്ലെ? അപ്പൊ ആ 4 ബിറ്റും 1 ആക്കുമ്പോൾ ആ 3 ബിറ്റും 1 ആക്കുമ്പോൾ ഈ ലാസ്റ്റ് ഒക്ടക്റ്റ് എന്തായി മാറും? ഇവിടം വരെ 40 ആയിരുന്നു, ഇവിടം വരെ 40 ആയിരുന്നു. 40ന്റെ കൂടെ 7 കൂട്ടുമ്പോ എന്തായി? 47 ആയി. അങ്ങനെ നിങ്ങൾക്ക് ആദ്യം ആ ഒരു നെറ്റ്വർക്കിന്റെ ബ്രോഡ്കാസ്റ്റ് അഡ്രസ് ആയിട്ട് 192.168.16.47 കിട്ടും. രഞ്ജിനിക്ക് ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. Dash is a technique used by distance vector protocol to prevent routing loops. റൂട്ടിംഗ് ലൂപ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതം എന്ന് പറയുമ്പോൾ അതൊരു ഡൈനാമിക് റൂട്ടിംഗ് അൽഗോരിതം ആണ്. ആ ഡൈനാമിക് റൂട്ടിംഗ് അൽഗോരിതമായ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതത്തിന്റെ വൺ ഓഫ് ദ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഈസ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം. നമുക്ക് പഠിച്ചിട്ടുണ്ടാവും കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്താണെന്നുള്ളത്. ജസ്റ്റ് ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം. സപ്പോസ് ഒരു ലിങ്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആ ലിങ്ക് ഫെയിൽ ആയ ഇൻഫോർമേഷൻ നമ്മൾ നെയ്ബേഴ്സിന് മാത്രമേ അറിയിച്ചു കൊടുക്കുള്ളൂ. ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ എവറി നെയ്ബേഴ്സ് വിൽ ഷെയർ ദ ഇൻഫോർമേഷൻ. നെയ്ബേഴ്സിന് വേണ്ടി മാത്രമേ നമ്മൾ ഇൻഫോർമേഷൻ ഷെയർ ചെയ്യത്തുള്ളൂ. സോ എൻറ്റയർ നെറ്റ്വർക്കിന്റെ ഇൻഫോർമേഷൻ എല്ലാവരിലോട്ടും എത്തുമ്പോൾ, എല്ലാ റൗട്ടറുകളിലോട്ടും എത്തുമ്പോഴും സമയമെടുക്കും. സപ്പോസ് ഒരു ലിങ്ക് ഫെയിൽ ആയി, ആ ലിങ്ക് ഫെയിൽ ആയ കാര്യം ആ ലിങ്കുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന റൗട്ടറിന് മാത്രമേ ആദ്യം അറിയാൻ പറ്റുള്ളൂ. അവരത് അവരുടെ നെയ്ബറിനെ അറിയിക്കും. ഓക്കെ, പിന്നെ അത് ഡിലേ വന്നിട്ടാണ് എൻറ്റയർ നെറ്റ്വർക്കിനെ അറിയിക്കുന്നത്. സോ അങ്ങനെ എൻറ്റയർ നെറ്റ്വർക്കിനെ അറിയിക്കുമ്പോൾ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് ലിങ്ക് ഫെയിൽ ആയ കാര്യം നെയ്ബേഴ്സ് ഒഴിച്ച് ബാക്കി ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. സോ അവരിപ്പോഴും വിചാരിക്കുന്നത് എന്താണ്? ഇന്നയാളുമായിട്ട് ഒരു ലിങ്ക് അവിടെ ഉണ്ട്, ലിങ്ക് ഫെയിൽ ആയത് അറിഞ്ഞിട്ടില്ല അല്ലെ? നെയ്ബറിന് മാത്രമേ ഇക്കാര്യം അറിയുള്ളൂ. എന്നാൽ നെയ്ബർ ഇതും അടുത്തുള്ള ഒരാളോട് പറഞ്ഞിട്ടുമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് അയാളിലോട്ട് പോവാൻ വേണ്ടി അവിടെ ഒരു കണക്ഷൻ ഉണ്ട്, അത് കുഴപ്പമില്ല, ലിങ്ക് ഫെയിൽ ആയ കാര്യം എനിക്ക് അറിയില്ല, ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അവിടോട്ടൊരു റൂട്ട് എനിക്കുണ്ട് എന്നാണ്.
ആ റൂട്ടിനെ വിശ്വസിച്ച് നമ്മൾ ഇങ്ങനെ പാക്കറ്റുകൾ അയച്ചുകൊണ്ടേയിരിക്കും. സോ ആ പാക്കറ്റ് ഒരിക്കലും ഡെസ്റ്റിനേഷനിൽ എത്താതെ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കും. സോ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, ദാറ്റ് ഇസ് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം അല്ലെങ്കിൽ പ്രിവെന്റ് ദ റൂട്ടിംഗ് ലൂപ്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൗണ്ട് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദ ഡിസഡ്വാൻറ്റേജ് ഓർ വൺ ഓഫ് ദ ഇഷ്യൂ ഇൻ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണ്. സോ കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്പ്ലിറ്റ് ഹൊറൈസൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്പ്ലിറ്റ് ഹൊറൈസൺ യൂസ് ചെയ്യുന്നത് കൗണ്ട് ടു ഇൻഫിനിറ്റി പ്രോബ്ലം ഓവർകം ചെയ്യാനായിട്ടാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ബൈ ഡിസ്റ്റൻസ് വെക്ടർ പ്രോട്ടോകോൾ ടു പ്രിവെന്റ് റൂട്ടിംഗ് ലൂപ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സ്പ്ലിറ്റ് ഹൊറൈസൺ ആണ് പ്രിവെന്റ് റൂട്ടിംഗ് ലൂപ്സുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി, അല്ലെ? ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് പ്രോട്ടോകോളില് റൂട്ടിംഗ് ലൂപ്പുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ഹൊറൈസൺ ആണ്. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സ്പ്ലിറ്റ് ഹൊറൈസണും അതുപോലെ തന്നെ റിവേഴ്സ് പോയിസണും നമ്മൾ പറയും. റിവേഴ്സ് പോയിസൺ, ദീസ് ആർ ദ ടു ടെക്നിക് വിച്ച് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് ദ റൂട്ടിംഗ് ലൂപ്സ് ഇൻ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ് അൽഗോരിതം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. ക്വസ്റ്റ്യൻ നമ്പർ 16 പറഞ്ഞിരിക്കുന്നത് ദ ബാൻഡ്വിഡ്ത്ത് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഈസ് 256 megabits per second if the byte sequence number is of size 32 bit. What is the wrap around time for the sequence number? ശ്രദ്ധിക്കുക, wrap around time എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ബിറ്റ് ഉള്ള സീക്വൻസ് നമ്പർ അഗെയിൻ റീയൂസ് ചെയ്യാനായിട്ട് എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ wrap around time എന്ന് പറയുന്നത്. ഓക്കെ, 32 ബിറ്റ് ഉള്ള സീക്വൻസ് നമ്പർ ഉണ്ട്. അപ്പൊ 32 ബിറ്റ് വെച്ച് നമുക്ക് എത്ര സീക്വൻസ് നമ്പർ ജനറേറ്റ് ചെയ്യാൻ പറ്റും? 2:32 സീക്വൻസ് നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് 0 തൊട്ട് 2:32 -1 വരെ നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അഗെയിൻ വീണ്ടും 0 എടുക്കാൻ ഓക്കെ നമ്മൾ എടുക്കുന്ന ആ ടൈമിനെയാണ് നമ്മൾ എന്ത് ചോദിക്കുന്നത്? റാപ്പ് അറൌണ്ട് ടൈം എന്ന് ചോദിക്കുന്നത്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബാൻഡ്വിഡ്ത്ത് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 256 എന്ന് തന്നിട്ടുണ്ട്, സീക്വൻസ് നമ്പർ തന്നിട്ടുണ്ട്, റാപ്പ് അറൌണ്ട് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത്. ബാൻഡ്വിഡ്ത്ത് തന്നിട്ടുണ്ട് 256 megabits per second. ഓക്കെ, അപ്പൊ 1 സെക്കൻഡിൽ എത്ര ഡേറ്റ അയക്കും? 256 into 10⁶ ബിറ്റ്സ് നമ്മൾ അയക്കും, അല്ലെ? ആ ബിറ്റ്സിനെ നമുക്ക് ബൈറ്റ്സ് ആക്കണമെങ്കിൽ 2�3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെ? മാത്രമല്ല ഇവിടെ ബൈറ്റ്സ് സീക്വൻസ് നമ്പർ ആണ് തന്നേക്കുന്നത് 2:3, അല്ലെ? സീക്വൻസ് നമ്പർ എത്രയാണ്? 32 ബിറ്റ് ആണ്. 32 ബിറ്റ് കൊണ്ട് നമുക്ക് എത്ര സീക്വൻസ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? 2:32 സീക്വൻസ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ 1 സെക്കൻഡില് 2:8 into 10⁶ ഡിവൈഡഡ് ബൈ 2:3 എത്ര വരും? 2:5 into 10⁶ ബൈറ്റ്സ് ആണ് നമ്മൾ ഒരു സെക്കൻഡിൽ അയക്കുന്നത്, അല്ലെ? അപ്പൊ നോക്കിക്കേ, ടോട്ടൽ 2:32 ആണ്. അതേ ഡിവൈഡഡ് ബൈ ഇത്രത്തോളം ഡേറ്റ നമ്മൾ ഒരു സെക്കൻഡിൽ അയക്കും. 2:5 into 10⁶ ഡേറ്റ അയക്കും. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ഓൾമോസ്റ്റ് 144 സംതിങ് സെക്കൻഡ് ആണ് ടൈം കിട്ടുന്നത്. അപ്പൊ അതിന് നിയർ ബൈ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ദാറ്റ് ഇസ് 128 സെക്കൻഡ് ആണ് നമുക്ക് ആ ബൈറ്റ്സ്, ആ 32 ബിറ്റിനെ വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. Question number 16. Which among the following is the correct sequence of DHCP message? നമ്മൾ നേരത്തെ പറഞ്ഞു DHCP is a dynamic host configuration protocol which is used to allocate IP address dynamically to a system. ഏതാണ്? പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തോളൂ. ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്. DHCP discover, DHCP offer, DHCP request. Okay, option A is the right answer. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അതായത് ഒരു DHCP ക്ലയന്റ് ഉണ്ടാവും, DHCP സെർവർ ഉണ്ടാകും. ആദ്യം ക്ലയന്റ് DHCP ഡിസ്കവർ റിക്വസ്റ്റ് അയക്കും. ഡിസ്കവർ റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ കുറെ ഓഫേഴ്സ് DHCP സെർവർ കൊടുക്കും.
ആ ഓഫേഴ്സിൽ നിന്ന് ഒരു ഓഫറിനെ സെലക്ട് ചെയ്ത് റിക്വസ്റ്റ് കൊടുക്കും. ആ ഓഫറിനെ കിട്ടാൻ വേണ്ടിയുള്ള റിക്വസ്റ്റ് DHCP സെർവറിലോട്ട് കൊടുക്കും. സോ ഇതാണ് റൈറ്റ് ചോയ്സ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. ക്വസ്റ്റ്യൻ നമ്പർ 17 പറഞ്ഞിരിക്കുന്നത് POP stands for Post Office Protocol. Post Office Protocol is the right answer. Okay, POP stands for Post Office Protocol. നമുക്ക് SMTP പ്രോട്ടോകോൾ ഉണ്ട്. എന്താണ് SMTP പ്രോട്ടോകോൾ? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇത് ആപ്ലിക്കേഷൻ ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. അതായത് സപ്പോസ് ക്ലയന്റ് 1 ഉണ്ട്, ക്ലയന്റ് 1ഉം ക്ലയന്റ് 2 ഉണ്ട്. ക്ലയന്റ് 1 ക്ലയന്റ് 2 ഒരു മെയിൽ അയക്കുവാണ്. ആ മെയിൽ സെർവറിൽ പോയാണ് കിടക്കുന്നത്. മെയിൽ സെർവറിൽ പോയി കിടക്കാൻ വേണ്ടി ക്ലയന്റ് 1 മെയിൽ സെർവറിലോട്ട് മെയിൽ അയക്കുന്നത് യൂസിങ് SMTP പ്രോട്ടോകോൾ വഴിയാണ്. മെയിൽ സെർവറിൽ നിന്ന് വേണം ആ മെയിൽ ക്ലയന്റ് 2 ഡൗൺലോഡ് ചെയ്തെടുക്കാൻ. So it can be done using POP3 or IMAP protocol. That is Post Office Protocol or Internet Message Access Protocol. Okay, അപ്പോ SMTP എന്ന് പറയുന്നത് മെയിൽ അയക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ്. അത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ക്ലയന്റിൽ നിന്ന് മെയിൽ സെർവറിലോട്ട് മെയിൽ അയക്കാനുള്ള പ്രോട്ടോകോൾ ആണ് SMTP. എന്നാൽ മെയിൽ സെർവറിൽ നിന്ന് അടുത്ത റിസീവറായ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ആയ ക്ലയന്റിലോട്ട് അയക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് POP3 IMAP പ്രോട്ടോകോളുകളാണ്. നമ്മളിപ്പോ യൂസ് ചെയ്യുന്നത് IMAP പ്രോട്ടോകോൾ ആണ്. അതായത് നിങ്ങളുടെ മെയില് നിങ്ങളുടെ മൊബൈലിൽ എനേബിൾ ചെയ്തിട്ടുണ്ടാവാം, അല്ലെ, സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ടാവാം, ലാപ്ടോപ്പിൽ സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ടാബ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ടാബിൽ സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിലെ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് മെയിൽ ആക്സസ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസുകളിൽ നിന്ന് മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ യു ആർ യൂസിങ് IMAP പ്രോട്ടോകോൾ. എന്നാൽ POP3 ഒരു ഓൾഡർ വെർഷൻ ആണ്. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾ ഒരു മെഷീനിൽ നിന്ന് മെയിൽ സെർവറിൽ നിന്ന് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ സെർവറിൽ നിന്ന് ആ മെയിലുകളെല്ലാം നിങ്ങളുടെ ഡിവൈസിലോട്ട് ഡൗൺലോഡ് ആവുകയാണ് ചെയ്യുന്നത്. ദെൻ ആ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ മെയിൽ സെർവറിൽ അതിന്റെ കോപ്പി പിന്നെ വെക്കില്ല, ഡിലീറ്റഡ് ആയി പോകും. സോ POP3 കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അറ്റ് എ ടൈം എന്നല്ല, ഒരു ഡിവൈസിൽ നിന്ന് മാത്രമേ നിങ്ങളുടെ മെയിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? മെയിൽ സെർവറിൽ നിന്ന് മെയിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ കോപ്പി ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും. എന്നാൽ IMAP അങ്ങനല്ല. ആ കോപ്പി അവിടെ റീറ്റെയിൻ ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഡിവൈസുകളിൽ നിന്ന് ആ മെയിൽ സെർവറിനെ ആക്സസ് ചെയ്യാനുള്ള പ്രൊവിഷനും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ POP3 and IMAP are the two protocol which is used to download the mail from the mail server. Concept clear ആണോ? Okay, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Choose the true statement about IP version 4. IP version 4 addresses have the size of 128 bit. അതൊരു റൈറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. It is help in routing the data packet, helps in unicasting, helps to convert analog to digital. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി IP വേർഷൻ 6 എന്ന് പറയുന്നത് 128 ബിറ്റ് ആണ്. അത് ഡേറ്റാനെ റൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് യൂണികാസ്റ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും അനലോഗ് ടു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നില്ല. സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 1, 2, 3 ആർ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്സ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണ്. Question number 19. HDLC dash contain the system management information. HDLC dash contain the system management information. HDLC എന്ന് പറയുന്നത് ഹൈ ലെവൽ ഡേറ്റ ലിങ്ക് കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. ഒരു ഡേറ്റ ലിങ്ക് ലെയറിലെ പ്രോട്ടോകോൾ ആണ് HDLC. HDLCയിൽ 3 തരത്തിലുള്ള ഫ്രെയിം ആണുള്ളത്. I frame, U frame, S frame. I frame means information frame. S frame means supervisory frame. U frame means unnumbered frames. ഇതില് ഏത് ഫ്രെയിമിലാണ്
സിസ്റ്റം മാനേജ്മെന്റ് ഇൻഫർമേഷൻ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് ഐ ഫ്രെയിം എന്ന് പറയുന്നത് ഡേറ്റ ഓർ ഇൻഫോർമേഷന് വേണ്ടി ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അതായത് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ ഡേറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഐ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ഫ്രെയിം ആണ്. ആ ഇൻഫോർമേഷൻ ഫ്രെയിം യൂസ് ചെയ്തിട്ടാണ് ഡേറ്റനെയും ഇൻഫോർമേഷനെയും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദെൻ എസ് ഫ്രെയിം ഉണ്ട്. എസ് ഫ്രെയിം നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എറർ കൺട്രോളും ഫ്ലോ കൺട്രോളും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് എസ് ഫ്രെയിം യൂസ് ചെയ്യുന്നത്. ഐ ഫ്രെയിം ഉണ്ട്. ഐ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്കിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, ടിയർ ഡൗൺ, സിസ്റ്റം മാനേജ്മെന്റ് ഇൻഫോർമേഷൻ ഇതെല്ലാം കീപ്പ് ചെയ്യുന്നത് യു ഫ്രെയിം ആണ്. സോ ദ റൈറ്റ് ആൻസർ ഏതായിരിക്കും? റൈറ്റ് ആൻസർ യു ഫ്രെയിം ആണ്. ഐ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ ഓർ ഇൻഫോർമേഷൻ. എസ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുക എന്തിനെയൊക്കെ? എറർ ആൻഡ് ഫ്ലോ കൺട്രോൾ. യു ഫ്രെയിം എന്താണ്? എ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഫ്രെയിം ഇല്ല. യു ഫ്രെയിം എന്താണ്? ലിങ്ക് മാനേജ്മെന്റ്, ടിയർ ഡൗൺ, ലിങ്കിനെ ടിയർ ഡൗൺ ചെയ്യുക, അതുപോലെ തന്നെ സിസ്റ്റം മാനേജ്മെന്റ് എല്ലാം എവിടെ വരുന്നതാണ്? യു ഫ്രെയിമിൽ വരുന്നതാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് യു ഫ്രെയിം. ക്ലിയർ ആണോ? HDLC ഈസ് അഗെയിൻ എ ഡേറ്റ ലിങ്ക് ലെയർ പ്രോട്ടോകോൾ. HDLC യുടെ ഫുൾ ഫോം എന്താണ്? ഹൈ ലെവൽ ഡേറ്റ ലിങ്ക് കൺട്രോൾ പ്രോട്ടോകോൾ. ഇറ്റ് കണ്ടെയ്ൻ 3 ഫ്രെയിംസ്, ഐ ഫ്രെയിം, എസ് ഫ്രെയിം ആൻഡ് യു ഫ്രെയിം. ആൻഡ് ഓരോ ഫ്രെയിമിന്റെയും ഉള്ള ഫംഗ്ഷനാലിറ്റി ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 20. At the sender side, the data given is 1101111. If the checksum error detected method segment size 4-bit is used, then the data to be transmitted become. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ചെക്സം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ചെക്സം എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. അതായത് 4-bit ചെക്സം ഉണ്ട്, 8-bit ഉണ്ട്, 16-bit ഉണ്ട്, 32-bit ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 4-bit ചെക്സം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡേറ്റ എന്താണ് തന്നേക്കുന്നത്? 1101 then 1111 ആണ് തന്നേക്കുന്നത്. ഇനിഷ്യലി ആദ്യം ഇവര് രണ്ടുപേരെ 4-bit ചെക്സം ആയതുകൊണ്ട് രണ്ടിനെയും 4 ബിറ്റുള്ള ഗ്രൂപ്പുകളാക്കി സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് ഇവരെ രണ്ടിനെയും ആഡ് ചെയ്യുക. ഓക്കെ, ലോജിക്കൽ ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. എന്ത് കിട്ടും? 0 0 1 1 1 കിട്ടും. ഇത് ക്യാരി അല്ലേ? ആ ക്യാരിനെ എഗെയിൻ നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 1 0 1 1 കിട്ടും. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. വൺസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ 0 0 1 0 കിട്ടും. ഓക്കെ, അതായത് ഒറിജിനൽ ഡേറ്റ ഇതല്ലേ? ഒറിജിനൽ ഡേറ്റ എന്താണ്? 1101 then followed by 4 ones അല്ലേ? അപ്പൊ 1101 followed by 4 ones, 1101 followed by 4 ones, 1101 followed by 4 ones ആണോ? അപ്പൊ ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്തു, ഓപ്ഷൻ സിയും എലിമിനേറ്റ് ചെയ്തു. ദെൻ ആ ഡേറ്റയുടെ കൂടെ ഈ കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയ 4 ബിറ്റ് ഇല്ലേ, അത് അപ്പൻഡ് ചെയ്യുക. അത് അപ്പൻഡ് ചെയ്ത് എവിടെയാണ്? 0 0 1 0. സോ ഓപ്ഷൻ ബി ഈസ് എ റൈറ്റ് ആൻസർ. ഡേറ്റയുടെ കൂടെ നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ചെക്സം ഉണ്ടല്ലോ, 4-bit ചെക്സം, അത് അപ്പൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ട്രാൻസ്മിറ്റഡ് മെസ്സേജ് കിട്ടുന്നത്. ഓപ്ഷൻ ബി വന്നത് ക്ലിയർ ആണോ? ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറയുക. ഓപ്ഷൻ ബി ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത കേസിലോട്ട് പോവാം. Which of the following is not an advantage of link state routing over distance vector routing? നമുക്കറിയാം link state and distance vector routing are the two routing algorithm, or we can say that it is the dynamic routing algorithm used in network layer. Okay, about distance vector routing algorithm, which of the following is not an advantage of link state routing over distance vector routing എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അഡ്വാൻറ്റേജ് അല്ലാത്തത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതായിരിക്കും? ഇവന്റ് ഡ്രിവൺ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റിൽ നടക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ഇവന്റ് ഡ്രിവൺ, അതായത് ഒരു ലിങ്കിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നാൽ മാത്രമേ അവിടെ അപ്ഡേഷൻസ് നടക്കുള്ളൂ. സോ ഇവന്റ് ഡ്രിവൺ അപ്ഡേഷൻ എന്ന് പറയുന്നത് ലിങ്ക് സ്റ്റേറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്
നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് ആൻ അഡ്വാൻറ്റേജ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഈസി ടു കോൺഫിഗർ ആണ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് ഓവർ ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ്. അതായത് ഫാസ്റ്റ് കൺവേർജൻസ് ഉണ്ട് ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിങ്ങിന്, ഇവന്റ് ഡ്രിവൺ അപ്ഡേറ്റ്സ് ഉണ്ട്, അതുപോലെ ഒരു എന്റർപ്രൈസ് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യാനും ലിങ്ക് സ്റ്റേറ്റ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. എന്നാൽ ഈസി ടു കോൺഫിഗർ എന്നുള്ള കൺസെപ്റ്റിൽ വരുമ്പോൾ വിച്ച് ഈസ് നോട്ട് ബെറ്റർ when we compare with distance vector routing algorithm. Okay, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. A sender which employs stop and wait ARQ technique want to send 10 packets to the receiver. Assume that the channel is noisy and every fourth packet sent by the sender is lost. How many packets the sender will have to send in total so that the receiver receive all the 10 packets correctly? ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 10 പാക്കറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ എവ്രി ഫോർത്ത് പാക്കറ്റ് നീഡ് ടു ബി റീട്രാൻസ്മിറ്റ് അഗെയിൻ അല്ലെ. സെൻഡർ ലോസ്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ റീട്രാൻസ്മിറ്റ് ചെയ്യണം. അങ്ങനെയാണ് എങ്കിൽ ഈ 10 പാക്കറ്റ് അയക്കാൻ വേണ്ടി ടോട്ടൽ എത്രത്തോളം ട്രാൻസ്മിഷൻ നമ്മൾ നടത്തും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഫസ്റ്റ് പാക്കറ്റ് ഞാൻ അയച്ചു, സെക്കൻഡ് പാക്കറ്റ് ഞാൻ അയച്ചു, തേർഡ് പാക്കറ്റ് ഞാൻ അയച്ചു, ഫോർത്ത് പാക്കറ്റ് അയച്ചു, ലോസ്റ്റ് ആയി. സോ അഗെയിൻ ഞാൻ റീട്രാൻസ്മിറ്റ് ചെയ്തു. ഫിഫ്ത് പാക്കറ്റ് ഞാൻ അയച്ചു, സിക്സ്ത് പാക്കറ്റ് ഞാൻ അയച്ചു, സെവൻത് പാക്കറ്റ് അയച്ചു. അപ്പൊ സെവൻത് പാക്കറ്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇത് 1, ഇത് 2, ഇത് 3, ഇത് ഫോർത്ത് പാക്കറ്റ്. അഗെയിൻ നോക്കുമ്പോൾ 1, 2, 3, ഫോർത്ത് പാക്കറ്റ്. ഫോർത്ത് പാക്കറ്റ് ഞാൻ റീട്രാൻസ്മിറ്റ് ചെയ്യണം. സോ റീട്രാൻസ്മിറ്റ് ചെയ്തു. സോ ഇത് അടുത്ത 1 ഫസ്റ്റ് പാക്കറ്റ് ആയി. then 8, 9, 10. ഓക്കെ, അതായത് ശ്രദ്ധിച്ചേ, വീണ്ടും 2, 3, 4 എവറി ഫോർത്ത് പാക്കറ്റ് ഫെയിൽ ആകും. സോ ഞാൻ എന്ത് ചെയ്യണം? റീട്രാൻസ്മിറ്റ് ചെയ്യാം. സോ 1 അല്ലേ. ഇനി ടോട്ടൽ ഞാൻ എത്ര ട്രാൻസ്മിഷൻ നടത്തി? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ട്രാൻസ്മിഷൻസ് ആണ്. റീട്രാൻസ്മിഷൻ അല്ല, 13 ട്രാൻസ്മിഷൻ ആണ് നടത്തിയിരിക്കുന്നത്. സോ 10 പാക്കറ്റ് അയക്കാൻ വേണ്ടി ഞാൻ 13 ട്രാൻസ്മിഷൻ നടത്തി. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ എന്റെ കയ്യിൽ 10 പാക്കറ്റ് ഉണ്ട്. എവറി ഫോർത്ത് പാക്കറ്റ് എന്താണ്? ലോസ്റ്റ് ആയിട്ട് ഞാൻ റീട്രാൻസ്മിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ റീട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എത്രത്തോളം പാക്കറ്റുകളെ, ഇനി ടോട്ടൽ എത്രത്തോളം പാക്കറ്റുകളെ ട്രാൻസ്മിറ്റ് ചെയ്ത് വിടണം എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻ അറ്റ് ദ ഡാഷ് ഓഫ് ലെയർ ഓഫ് ദ OSI മോഡൽ. തൊട്ട് മുമ്പ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എവിടെയാണോ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? ഓപ്ഷൻ സി, ദാറ്റ് ഇസ് ട്രാൻസ്പോർട്ട് ലെയർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ട്രാൻസ്പോർട്ട് ലെയർ ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, in a dash HTTP connection, a single TCP connection is used to send and receive multiple HTTP request and response. HTTP എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെയറിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ആണ്. ആ ഒരു പ്രോട്ടോകോളില് 2 കൺസെപ്റ്റ് ഉണ്ട്, പെർസിസ്റ്റന്റും ഉണ്ട്, നോൺ പെർസിസ്റ്റന്റും ഉണ്ട്. അത് ഏത് മോഡലാണ് ഒരൊറ്റ കണക്ഷനിലൂടെ മൾട്ടിപ്പിൾ HTTP റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഒറ്റ കണക്ഷനിലൂടെ മൾട്ടിപ്പിൾ HTTP റിക്വസ്റ്റ്, അതായത് ഒരു പേജില് കുറച്ച് ഇമേജ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഓഡിയോ ഫയൽ ഉണ്ട്, ഇതെല്ലാം നമുക്ക് ആക്സസ് ചെയ്യണ്ടേ? അതായത് ഒരൊറ്റ സിംഗിൾ കണക്ഷനിലൂടെ ഇതെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഏത് മോഡിലാണ്? ഏത് മോഡാണോ? പെർസിസ്റ്റന്റ് ആണോ, നോൺ പെർസിസ്റ്റന്റ് ആണോ? പെർസിസ്റ്റന്റ് ഈസ് ദ റൈറ്റ് ആൻസർ. പെർസിസ്റ്റന്റ് മോഡ് ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പെർസിസ്റ്റന്റ് മോഡില് നമ്മൾ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, ക്ലയന്റും സെർവറും തമ്മിൽ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിലൂടെ തന്നെയായിരിക്കും, ആ ഒരു കണക്ഷനിലൂടെ തന്നെയായിരിക്കും നമ്മൾ എന്ത് ഇമേജ്, ടെക്സ്റ്റ്, ഫയല് ഇതെല്ലാം നമ്മൾ സെൻഡ് ചെയ്യുന്നത് സിംഗിൾ കണക്ഷനിലൂടെ ആയിരിക്കും. ഓക്കെ, അത് പെർസിസ്റ്റന്റ് മോഡാണ്. നോൺ പെർസിസ്റ്റന്റിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ ഐറ്റത്തിനും നമ്മൾ ഓരോരോ കണക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ നോൺ പെർസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. If a packet arrive with m bit value is 1 and the fragmentation offset value 0, then it is dash fragment. Answer comment ചെയ്തോളൂ.
ഇത് IPv4 ഹെഡർ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ m ബിറ്റ് വാല്യൂ 1 ആണ്, ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് വാല്യൂ 0 ആണ് എങ്കിൽ അത് ഏത് ഫ്രാഗ്മെന്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് ഇതൊരു റൗട്ടർ ആണ്. ഈ റൗട്ടറിൽ നിന്ന് ഒരു നെറ്റ്വർക്കിലോട്ട് കണക്റ്റഡ് ആണ്. ഈ റൗട്ടറിലോട്ട് ഒരു 1500 ബൈറ്റ് ഉള്ള ഒരു ഡേറ്റ വന്നു. ഈ ലിങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1000 ബൈറ്റ് ആണ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ 1500 ബൈറ്റ് വന്ന ഡേറ്റാനെ എന്ത് ചെയ്യണം? ഫ്രാഗ്മെന്റ് ചെയ്ത് 1000 ബൈറ്റും 500 ബൈറ്റും ആക്കി മാറ്റണം, അല്ലെ? ഇങ്ങനെ ഫ്രാഗ്മെന്റ് ചെയ്യുന്നതിന്റെ കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. സോ IP ഹെഡർ സ്ട്രക്ചർ ഇതാണ് IPv4 ഹെഡർ സ്ട്രക്ചർ. അതിൽ കുറെ ഫീൽഡുകൾ ഉണ്ട്. അതിൽ ഒരു ഫീൽഡ് ആണ് m ബിറ്റ് ഫീൽഡ്, അല്ലെ? m ഫീൽഡ് MF എന്നാണ് പറയുന്നത്. MF എന്ന് പറഞ്ഞാൽ മോർ ഫ്രാഗ്മെന്റ് എന്നാണ്. അതായത് ഇപ്പോ ഈ ഡേറ്റയ്ക്ക് IP ഹെഡർ ഉണ്ടല്ലോ. അപ്പൊ സപ്പോസ് ഇത് 1000ന്റെ IP ഹെഡർ ആണ്. മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് 1 ആണ് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ പറയുന്ന ഡേറ്റയോടൊപ്പം തന്നെ ഇനിയും പുറകെ ഡേറ്റ വരുന്നുണ്ട്. ആ ഡേറ്റ ഇനിയും തൊട്ട് പിന്നാലെ വേറെ ഈ പാക്കറ്റിന്റെ തന്നെ ഡേറ്റ വരുന്നുണ്ട്. അതായത് ഈ 500 ബൈറ്റ് എന്തിന്റെയാണ്? ഇതിന്റെ തന്നെയല്ലേ? ആ 500ഉം ഈ 1000ഉം കൂടെ കൂടിച്ചേർന്നാലല്ലേ 1500 ആവുന്നത്. സോ 1000ന്റെ പിന്നാലെ 500 വരുന്നതും എന്റെ തന്നെയാണ് എന്ന് കാണിക്കാൻ മോർ ഫ്രാഗ്മെന്റ് സോ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് പാക്കറ്റ് ആവാം, അല്ലെങ്കിൽ ഇതിന് നടുക്കുള്ള ഏതെങ്കിലും പാക്കറ്റുകളാക്കാം, അല്ലെങ്കിൽ ഫ്രാഗ്മെന്റുകളാവാം എന്ന് നമുക്ക് മനസ്സിലാകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കേണ്ട എന്താണ്? ഇനി ഫസ്റ്റ് ആണ് എന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഫസ്റ്റോ മിഡിലോ ആകാം. ഓക്കെ, ലാസ്റ്റ് ഫ്രാഗ്മെന്റുകൾ ആവില്ല നമുക്ക്, അല്ലെ? ലാസ്റ്റ് ഫ്രാഗ്മെന്റുകൾ നമുക്ക് ആവാനുള്ള സാധ്യത കുറവാണ്. അപ്പോ നമുക്ക് മനസ്സിലായി ഫസ്റ്റ് ഫ്രാഗ്മെന്റോ മിഡിൽ ഫ്രാഗ്മെന്റോ ആകാം. ലാസ്റ്റ് ഫ്രാഗ്മെന്റ് ഒരിക്കലും ആവില്ല. ലാസ്റ്റ് ഫ്രാഗ്മെന്റിന്റെ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് എപ്പോഴും 0 ആയിരിക്കും. എന്തുകൊണ്ടാ 0 ആകുന്നത്? അതായത് ലാസ്റ്റ് ഫ്രാഗ്മെന്റിന്റെ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതാണ് ലാസ്റ്റ് പാക്കറ്റ്. ഇതിനെ അനുഗമിച്ചുകൊണ്ട് ഇതിന്റെ പിന്നാലെ ഇതിൽ പെടുന്ന വേറെ പാക്കറ്റുകൾ വരുന്നില്ല എന്ന് കാണിക്കാനായിട്ടാണ് മോർ ഫ്രാഗ്മെന്റ് ബിറ്റിന്റെ ലാസ്റ്റ് ഫ്രെയിമിന്റെ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് നമ്മൾ 0 ആക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വന്നു, ഫസ്റ്റ് ആണോ മിഡിൽ ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വന്നു. ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നത്? ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് വാല്യൂ ഈ 0. എപ്പോഴും മനസ്സിലാക്കുക, ഫസ്റ്റ് ബിറ്റിന്റെ ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് വാല്യൂ, ഫസ്റ്റ് ഫ്രാഗ്മെന്റിന്റെ ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് വാല്യൂ 0 ആയിരിക്കും. സോ മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് 1ഉം ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് വാല്യൂ 0യും ആണ് എങ്കിൽ ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ് ദ ഫസ്റ്റ് ഫ്രാഗ്മെന്റ്. ഓക്കെ, മോർ ഫ്രാഗ്മെന്റ് ബിറ്റിന്റെ വാല്യൂ 1ഉം ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഫീൽഡ് അതിന്റെ വാല്യൂ 0യും ആണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഫസ്റ്റ് ഫ്രാഗ്മെന്റ് ആണ് എന്നുള്ളത്. ഇനി മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് ഫീൽഡ് ഉണ്ട്. എന്താണ് ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് ഫീൽഡ്? നമ്മൾ ഓരോ തവണയും പാക്കറ്റുകളെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കുന്നു. അപ്പോൾ ഓരോ കേസിലും എത്രത്തോളം ഡേറ്റ നമ്മൾ അയച്ചു എന്ന് കാണിക്കാനാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ പാക്കറ്റിനെ ബിലോങ് ചെയ്ത് എത്രത്തോളം ഡേറ്റ അയച്ചു എന്ന് കാണിക്കാനാണ് ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് ഫീൽഡ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ പാക്കറ്റിനെ സംബന്ധിച്ച് ആ ഒരു ഫ്രാഗ്മെന്റിനെ സംബന്ധിച്ച് അതിനു മുമ്പ് നമ്മൾ വേറെ ഫ്രാഗ്മെന്റുകൾ വിട്ടിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ രണ്ടാമത്തെ ഫ്രാഗ്മെന്റിന്റെ ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് വാല്യൂ എന്തായിരിക്കും? നമ്മൾ തൊട്ട് മുമ്പ് ഒരെണ്ണം വിട്ടിട്ടില്ലേ, അതിന്റെ ഒരു ആവറേജ് വാല്യൂ, അല്ലെങ്കിൽ അതിന്റെ ഒരു എത്രത്തോളം ബൈറ്റിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും അതിന്റെ ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് ആയിട്ട് കൊടുക്കുന്നത്. സോ മനസ്സിലാക്കുക, മോർ ഫ്രാഗ്മെന്റ് ബിറ്റ് 1ഉം ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് ബിറ്റ് 0യും ആകുന്നത് എപ്പോഴും ആർക്കായിരിക്കും? ഫസ്റ്റ് ഫ്രാഗ്മെന്റിനായിരിക്കും. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തോളൂ, എക്സ്പ്ലനേഷൻ ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, the IPv4 header, the field that is needed to allow the destination host to determine which datagram a newly arrived fragment belongs to. അതായത് പുതിയതായിട്ട് അറൈവ് ചെയ്തിരിക്കുന്ന ഫ്രാഗ്മെന്റ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുവാൻ വേണ്ടി നമുക്ക് ഏത് ഫീൽഡ് യൂസ് ചെയ്യാം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു
ഓരോ പാക്കറ്റുകൾ വരുമ്പോഴും ചിലപ്പോൾ ആ റൗട്ടറിന്റെ കപ്പാസിറ്റി അനുസരിച്ച് പാക്കറ്റുകളെ നമ്മൾ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ഫ്രാഗ്മെന്റുകളാക്കും. അപ്പൊ ഒരു ഫ്രാഗ്മെന്റ് വന്നു, അത് പുതിയ പാക്കറ്റിനെ ബിലോങ് ചെയ്യുന്നതാണ് എന്ന് കാണിക്കുന്നത് ഐഡന്റിഫിക്കേഷൻ ഫീൽഡ് യൂസ് ചെയ്തിട്ടാണ്. ഓപ്ഷൻ ബി അല്ല, ഐഡന്റിഫിക്കേഷൻ ഫീൽഡ് യൂസ് ചെയ്തിട്ടാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 1500 ബൈറ്റ് ഉള്ള ഒരു വാല്യൂ വന്നു അല്ലെ, അത് റൗട്ടറിലോട്ട് എത്തി കഴിയുമ്പോൾ ഇതിനെ നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യും. 1000 ബൈറ്റിന്റെയും 500 ബൈറ്റിന്റെയും സ്പ്ലിറ്റ് ചെയ്തു. സപ്പോസ് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ 1001 ആണെന്ന് വെച്ചോ. ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ 1001 ആണ്. അങ്ങനെ ആണ് എങ്കിൽ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്തായിരിക്കും? 1001 ആയിരിക്കും. ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്തായിരിക്കും? അതും 1001 ആയിരിക്കും. ഇത് രണ്ടും ഇതേ പാക്കറ്റിൽ ബിലോങ് ചെയ്യുന്നതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ യൂസ് ചെയ്യുന്നത്. അപ്പൊ പുതിയൊരു പാക്കറ്റ് വന്നാൽ എന്തായിരിക്കും? അതിന്റെ ഐഡന്റിഫിക്കേഷൻ നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനോടുകൂടി നമ്മളുടെ ഈ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ പോർട്ട് നമ്പർ യൂസ്ഡ് ബൈ SMTP? SMTP എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഇസ് എ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ വിച്ച് ഈസ് ഓൾസോ an ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾ. SMTP യുടെ പോർട്ട് നമ്പർ എത്രയാണ്? 25 അല്ലെ? 25 is the right answer. 25 is the right answer. ഇനി നോക്കിക്കോളൂ, ഈ പോർട്ട് നമ്പറുകളെല്ലാം ഒന്ന് ഓർത്ത് വെക്കുക. TCP പ്രോട്ടോകോളിന്റെ കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയറിലെ പ്രോട്ടോകോളുകളും UDP പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ലെയറിലെ പ്രോട്ടോകോളുകളും അവയുടെ പോർട്ട് നമ്പേഴ്സുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ SMTP എത്രയാണ്? SMTP എന്ന് പറയുന്നത് 25 ആണ് അല്ലെ? FTP എത്രയാണ്? 20യും 21ഉം ഡേറ്റയ്ക്കും കൺട്രോളിനും വേണ്ടി. DNS ഏത് പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത്? UDP ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ പോർട്ട് നമ്പർ എത്രയാണ്? 53 ആണ്. ഈ DHCP 67 എന്ന് പറയുന്നത് എന്താണ്? 67 എന്ന് പറയുന്നത് സെർവറിന്റെ ആണ്. 68 എത്രയാണ്? ക്ലയന്റിന്റെ ആണ് 68. ഓക്കെ, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു. ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു.